നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് SSLC കേരള സ്റ്റേറ്റ് സിലബസ് 10th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നാണ് ചാപ്റ്ററിന്റെ നെയിം. ഈ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതുപോലെ ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങിന് തന്നിരിക്കുന്ന പോർഷനിൽ നിന്നുള്ള ചില ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ ഈ ചാപ്റ്റർ മുഴുവനും മനസ്സിലാവും എന്ന് പറയുന്നു. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം നോക്കാം. ആറ്റം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ ക്ലൗഡ് ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് വിച്ച് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതായത് ഓരോ എലമെന്റിന്റെയും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളുടെയും ഒരു ടൈനിയസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം. ആ ആറ്റത്തിൽ ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺസും നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസിനും. ഇതൊക്കെ നമുക്കറിയാം. ഈ ചാർജ് പാർട്ടിക്കിൾസ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സച്ച് ദാറ്റ് ആറ്റം ആസ് എ ഹോൾ ഇറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആ രീതിയിലാണ് ഈ ചാർജസ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് പല സയൻറ്റിസ്റ്റുകളും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ബോർ മോഡലാണ് പഠിക്കുന്നത്. ബോർ മോഡൽ അനുസരിച്ച് ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അവിടെ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് ഷെൽസിൽ. സ്പെസിഫിക് എനർജി ലെവൽസ് ആണ് ഈ ഇലക്ട്രോൺസിന് ഉള്ളത് എന്നാണ് ബോർ പറഞ്ഞത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഈ പാത്തിനാണ് നമ്മൾ ഷെൽ എന്ന് നെയിം ചെയ്യുന്നത്. ഈ റൗണ്ട് പാത്തിലൂടെയാണ്, റൗണ്ട് എന്ന് ഓൾമോസ്റ്റ് നമ്മൾ പറയുന്നേ ഉള്ളൂ, കറക്റ്റ് അങ്ങനെ റൗണ്ട് അല്ല, നമുക്ക് പിക്ചറൈസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഈ പാത്തിലൂടെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇലക്ട്രോൺസ് എന്നുള്ളതിനാണ് ഞാനിങ്ങനെ ഷോർട്ട് ഫോം യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് move around the nucleus in specific levels or shells. Number of electrons is equal to number of protons. ഇവിടെ ഇപ്പോൾ പ്രോട്ടോൺസ് 2 എണ്ണം ആണെങ്കിൽ ഷെല്ലിൽ 2 ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. ഇനി പ്രോട്ടോണിന്റെ എണ്ണം, കാരണം പ്രോട്ടോൺ ആണ് പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്തോരം ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസും ഉണ്ടാവണം. കാരണം ആറ്റം ആസ് എ ഹോൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പം ന്യൂക്ലിയസിൽ ഇപ്പോൾ 4 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ പുറത്തുള്ള ഷെല്ലുകളിൽ 4 ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് ഈ ആറ്റത്തിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്താണ് ന്യൂട്രോണും പ്രോട്ടോണും ഉള്ളത്. നമ്പർ ഓഫ് ന്യൂട്രോൺ മേ വേരി, അതായത് ഒരേ എലമെന്റിന് തന്നെ പല നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ള കോമ്പോസിഷനും വരാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഐസോട്ടോപ്സ് കിട്ടുന്നത്. അത് ഈ ചാപ്റ്ററായിട്ട് അധികം ബന്ധമില്ല, ജനറലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഈ ഓരോ എനർജി ലെവൽസ്, ഈ ഷെല്ലുകളുടെ എല്ലാം എനർജി ലെവല് ഒരുപോലെയല്ല. അതായത് ഇവിടെ ഈ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണിന് ഈ അകത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണിനെക്കാട്ടിലും ഹൈ എനർജി സ്റ്റേറ്റ് ആയിരിക്കും. അതിന് വളരെ വൈബ്രന്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ന്യൂക്ലിയസിനോട് ചേർന്ന് നിൽക്കും തോറും ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് അതിന് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ദൂരോട്ട് പോകും തോറും ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വളരെ ഫ്രീ ആയിട്ടായിരിക്കും. അതുകൊണ്ട് എനർജി ലെവല് ഈ അറ്റത്തുള്ള ഷെല്ലിലായിരിക്കും ഏറ്റവും കൂടുതൽ. ഈ ലാസ്റ്റ് നിൽക്കുന്ന ഷെല്ലിനാണ് നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഷെൽസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ലെവൽ. അതായത് ഈ ഒരു സ്ട്രക്ചറിലോട്ട് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് ആദ്യം ഈ ലോവർ മോസ്റ്റ് എനർജി ലെവലിൽ ആദ്യം ഫില്ല് ചെയ്യും. ഇത് ഫില്ലായി കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് പുറത്തുള്ള ഷെല്ല് ഫില്ല് ചെയ്യും. അത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് പുറത്തുള്ള ഷെല്ല് ഫില്ല് ചെയ്യും. ഈ രീതിയിലാണ് ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്ത് പോകുന്നത്. ഈ ഷെൽസിന്റെ എനർജി ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന പോർഷൻ വരുമ്പം പറയാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സബ് ഷെൽസിനെല്ലാം നെയിമിംഗ് ഉണ്ട്. ഇപ്പോൾ ഇത് ഫസ്റ്റ് എനർജി ലെവൽ അല്ലേ, അങ്ങനെ പറയും. ഇതാണല്ലോ ആദ്യത്തെ ഓർബിറ്റ് അറൌണ്ട് ദ ന്യൂക്ലിയസ്, അതിന് ലെവൽ 1. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർബിറ്റ്. ഇതിന് കെ എന്നാണ് നെയിം ചെയ്യുന്നത്, കെ. ഇനി രണ്ടാമത്തത് ഇതല്ലേ, സെക്കൻഡ് ഷെൽ. സെക്കൻഡ് ഷെല്ലിന് എൽ എന്നാണ് നെയിം ചെയ്യുന്നത്, കെ എൽ. ഇനി മൂന്നാമത്തത്
ഇതാണ് ഏറ്റവും, ഇപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്നതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഉള്ളത് ഈ തേർഡാണ്. ഇതിന് എം എന്ന് പറയും. ഇനി ഫോർത്ത് ഉണ്ടെങ്കിൽ അതിന് ഇപ്പം നമുക്ക് നോക്കിയാൽ KLMN, ഫോർത്തിന് N എന്ന് നെയിം ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ ഈ ഷെൽസിന് നെയിം ചെയ്തു പോകുന്നത്. ഇനി ഷെൽസിൻ്റെ നെയിം KLMN ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഷെൽ നമ്പർ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഷെൽ നമ്പർ ഇത് ഫസ്റ്റ് ഷെൽ, ഇത് സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ, ഫോർത്ത് ഷെൽ. ഇനി ഒരു ഷെല്ലിനകത്ത് ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളത് ഈ ഷെൽ നമ്പറിൽ നിന്ന് കിട്ടും. അതിനുള്ള ഇക്വേഷൻ 2n² എന്നുള്ളതാണ്. 2n² എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ കിട്ടും. അപ്പോൾ ഒരു ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസ് ആണ് 2n². ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ 1 കൊടുക്കണം. 1 കൊടുക്കുമ്പോൾ 2 × 1² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1² ഈസ് 1, 2 × 1 2. അപ്പോൾ K ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺസ് ആണ് പറ്റുന്നത്. കാരണം K എന്ന് പറയുന്ന ഷെല്ലിൻ്റെ ഷെൽ നമ്പർ 1 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2n² എന്ന് പറയുന്നത് 2 ആണ്. ഇനി Lൻ്റെ കേസ് എടുക്കാം. L എന്ന് പറയുന്ന ഷെല്ലിൽ ഷെൽ നമ്പർ 2 ആണ്. അപ്പോൾ 2 × 2², 2n² എന്ന് പറയുന്നത് 2 × 2², 2 × 4 8 ഇലക്ട്രോൺസ് ആണ് L ഷെല്ലിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി എമ്മിൻ്റെ കേസ് വരുമ്പോഴോ 2 × 3², 2 × 9 18 ഇലക്ട്രോൺസ് ആണ് എം ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക. അതുപോലെ എന്നിൽ വരുമ്പോൾ 2 × 4², 2 × 16 32 ഇലക്ട്രോൺസ് ആണ് എൻ ഷെല്ലിൽ ഫില്ല് ചെയ്യാൻ പറ്റുക. ഈ രീതിയിലാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഷെൽ നമ്പറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എനർജി ലെവലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് എനർജി ലെവലിൽ 8 ഇലക്ട്രോൺസ്, തേർഡിൽ 18, ഫോർത്തിൽ 32. ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെ ഇങ്ങനെ സർക്കുലർ പോർഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് പിക്ചറൈസ് ചെയ്യാം. പക്ഷേ ഇതെപ്പോഴും ഈ ഒരു റിജിഡ് പാത്തിൽ കൺഫൈൻഡ് ആയിരിക്കില്ല. അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ആക്ച്വലി ഓരോ ഷെല്ലിനെയും വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 ഡയമെൻഷനിൽ നമുക്കത് ഇമാജിൻ ചെയ്തെടുക്കാം. പല രീതിയിൽ ഇതേ റേഡിയസിൽ മൂവ് ചെയ്യാലോ. ഇങ്ങനെ ചെരിഞ്ഞ് മൂവ് ചെയ്യാം, ഇങ്ങനെ ചെരിഞ്ഞ് മൂവ് ചെയ്യാം. അപ്പോൾ പല രീതിയിൽ മൂവ് ചെയ്യാം. പാത്ത് ഡിഫറെൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ഷെല്ലിനെയും വീണ്ടും സബ് ഷെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ് ഷെൽസിനെ നെയിം ചെയ്യുന്നുണ്ട്. അതാണ് SPDF. ഇനി എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഓരോ സബ് ഷെല്ലിലും കൊള്ളാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സ്പെസിഫിക് ആണ്. എസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, P സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ്, D സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺസ്, F സബ് ഷെല്ലിൽ 14 ഇലക്ട്രോൺസ്. ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് +1 +2 പഠിക്കും. പക്ഷേ ഇപ്പം നമുക്ക് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. എസ്സിൽ 2, Pയിൽ 6, Dയിൽ 10, Fയിൽ 14. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ, ഈ ഒരു നമ്മൾ ഇതിന് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചില്ലേ, K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, Lയിൽ 8 ഇലക്ട്രോൺ, Mയിൽ 18, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ് ഷെൽസ് ഉണ്ട് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് K ഷെല്ല് ഫസ്റ്റ് എനർജി ലെവൽ, ഈ K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്. എസ് ഷെല്ലിന് 2 ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ ഷെല്ലിലും എസ് മുതലുള്ള സബ് ഷെൽസ് നമ്മൾ കൊടുക്കണം. ഓരോ ഷെല്ലിലും എസ് മുതലുള്ള സബ് ഷെൽസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം K ഷെല്ലിൽ ഫസ്റ്റ് ഷെല്ലിൽ എസ് മാത്രം മതി. കാരണം എന്താണ്? 2 ഇലക്ട്രോൺസ് എസ്സിൽ കൊള്ളും. 2 ഇലക്ട്രോൺസേ കെയിൽ ഒക്യുപ്പൈഡ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ എസ്സിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 1 S ഈസ് ഇനഫ് ഫോർ ഫസ്റ്റ് ഷെൽ. ഇനി സെക്കൻഡ് ഷെല്ലിലോട്ട് വരുമ്പോൾ 8 ഇലക്ട്രോൺസ് ആണ് അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ 2S ഓക്കെ. 2Sൽ എത്ര എണ്ണം കൊള്ളും? 4 എണ്ണം കൊള്ളും. 2Sനകത്ത് 2 എണ്ണം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഇനി 2 എണ്ണം കഴിഞ്ഞ് ബാക്കി ഇവിടെ 8 എണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണേ കഴിഞ്ഞുള്ളൂ, ബാക്കി 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണം നമുക്ക് ഈ P സബ് ഷെല്ലിലോട്ട് കൊടുക്കാം. അപ്പോൾ 2 എന്ന് പറയുന്ന എനർജി ലെവലിൽ, L എനർജി ലെവലിൽ 2Sഉം 2Pയും പോസിബിൾ ആണ്. അതായത് 2Sൽ 2 എണ്ണം, 2Pയിൽ 6 എണ്ണം. ഇത് രണ്ടും കൂടി കയറുമ്പോൾ ഈ 8 എണ്ണം കംപ്ലീറ്റ് ആവും. ഇനി തേർഡ് എനർജി സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ അവിടെ 18 വേണം. അപ്പോൾ 3S 3P, ഇത് രണ്ടും ആകുമ്പോൾ 2 എണ്ണമായി 6 എണ്ണമായി. 6 2 8, പക്ഷെ ഇവിടെ 18 എണ്ണം വേണം. അപ്പോൾ നോക്കിയാൽ ഇവിടെ 10 എണ്ണം കൂടി പോസിബിൾ ആണ്. 3D 10 എണ്ണം കൂടി, 10 ഇലക്ട്രോൺസിനെയും കൂടി ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ 18 ഇലക്ട്രോൺസിനെ ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും.
അതുപോലെ nth ഷെല്ല് അല്ലെങ്കിൽ 4th ഷെല്ലിൽ നമുക്ക് 32 ഇലക്ട്രോൺസ് ആണ്. അത് നമുക്ക് 4s, 4p, 4d, 4f ഈ 4 സ്റ്റേറ്റ്സും വേണം. കാരണം എസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 32 എന്ന് കിട്ടും. 6 2 8, 18, 18, 14, 32. അപ്പം 32 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ ഏതൊക്കെ സബ്ഷെൽസ് വേണം? 4എസും 4പിയും 4ഡിയും 4എഫും. സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ 4s, 4p, 4d, 4f ഈ എല്ലാ സബ്ഷെൽസും ഈ 4th ഷെല്ലിൽ പോസിബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 19ൽ തന്നിട്ടുണ്ട് പീരിയോഡിക് ടേബിൾ. ഇനി ഈ പീരിയോഡിക് ടേബിളിൽ എന്താണ് ചെയ്യുന്നത്? ഓരോ എലമെന്റ്സിനെയും അവരുടെ അറ്റോമിക് നമ്പർ അനുസരിച്ച് ലിസ്റ്റ് ചെയ്തു പോകുന്നു. ഇത് അറ്റോമിക് നമ്പർ 1, 2, 3, 4 അങ്ങനെ അറ്റോമിക് നമ്പർ അനുസരിച്ചാണ് ഇവിടെ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം അല്ലെ, നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ആണ് ഈ അറ്റോമിക് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് എലമെന്റ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ ഇങ്ങനെ 20th എലമെന്റ് വരെ, ഫസ്റ്റ് എലമെന്റ് തൊട്ട് 20th എലമെന്റ് വരെയുള്ള എല്ലാ എലമെന്റ്സിനെയും ഓർഡറിൽ പഠിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് പഠിക്കാൻ ആദ്യം 3 എലമെന്റ്സ് പഠിക്കുക. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ഇതൊരു ടിപ്പാണ്. പല കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെ പഠിക്കാം. അങ്ങനെ 3 എണ്ണം ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 4ാമത്തതും കൂടി അതിനോട് കൂടെ ചേർത്ത് വെച്ച് പഠിക്കുക. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം. അങ്ങനെ ഓരോരോ എലമെന്റ് കൂടുതൽ പഠിച്ചു പോവുക. അങ്ങനെ ഒരു 2-3 ദിവസം എടുത്തിട്ടാണെങ്കിലും 20 എലമെന്റ്സും ഓർഡറിൽ പറയാൻ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഈ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ജനറലായ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാം. പീരിയോഡിക് ടേബിളിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 118 ആണ്. 118 ആണ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. 118 എലമെന്റ്സ് ഉണ്ട്. പക്ഷേ 92 എലമെന്റ്സ് ആണ് നാച്ചുറലി ഒക്കറിങ് എലമെന്റ്സ്. അതായത് നേച്ചറിൽ കാണുന്ന എലമെന്റ്സ് 92 എലമെന്റ്സ്, യുറേനിയം വരെ. 92 എന്ന് പറയുന്നത് ഇതിലിങ്ങനെ കറക്റ്റായിട്ട് നോക്കുമ്പോൾ കാണാം 92 യുറേനിയം. ബാക്കിയുള്ളതെല്ലാം ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ആണ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച എലമെന്റ്സ് ആണ് ബാക്കിയുള്ളത്. അങ്ങനെ ടോട്ടൽ 118 എലമെന്റ്സ് ആണ് ഉള്ളത്. പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പർ അനുസരിച്ചാണ് ലിസ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. മറ്റ് പല പ്രോപ്പർട്ടീസും കെമിക്കൽ റിയാക്ഷൻസിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഒരു എലമെന്റ് പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നുള്ളതാണ് ഈ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത. അതിന് ജനറലി യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ, ബ്ലോക്ക് നമ്പർ. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്താണ്? ഗ്രൂപ്പ് എന്ന് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് കോളംസ് എണ്ണം. കോളംസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിര, എത്ര നിരയുണ്ടെന്ന്. കോളംസ് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഈ 18 കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതായത് ഈ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സ് ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് ആണ് ഗ്രൂപ്പ്സ്. ഇനി നമ്പർ ഓഫ് റോസ് നോക്കാം. റോസ്, എത്ര റോസ് ഉണ്ട്, എത്ര വരികളുണ്ടെന്ന്. വരി, എത്ര വരി റോസ് ഉണ്ടെന്ന്. 1, 2, 3, 4, 5, 6, 7. 7 റോസ് ആണുള്ളത്. ഈ റോസിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് അങ്ങനെ പോകുന്നു. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോളം, ഇങ്ങനെ റോ. ഈ റോസിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പറഞ്ഞു പോവാം. അപ്പം ഗ്രൂപ്പ്, പീരീഡ്, ഗ്രൂപ്പ് ഇങ്ങനെ, പീരീഡ് ഇങ്ങനെ. ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഒരു എലമെന്റിന്റെ
പ്രോപ്പർട്ടീസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി റോസ് എണ്ണിയപ്പോൾ ശ്രദ്ധിച്ച് കാണും, ഈ 2 റോ ഞാൻ എണ്ണിയില്ല. എന്തുകൊണ്ടാണ്? ഈ 2 റോസ് ആക്ച്വലി ഈ 2 പ്ലേസസിൽ വരാനുള്ളതാണ്. അത് പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 57 തൊട്ട് 71 വരെയുള്ളത് അതാണ്. 57 തൊട്ട് 71 വരെയുള്ളത് ആക്ച്വലി ഈ ഒരു 2 റോസിനെ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. അപ്പോൾ ഒത്തിരി ലെങ്തി ആയി പോവും പീരിയോഡിക് ടേബിൾ. അതുകൊണ്ട് ഈസി ടു ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി അതെടുത്ത് താഴോട്ട് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത് ഭയങ്കര ലെങ്തിയാണ് പീരിയോഡിക് ടേബിൾ. പക്ഷെ ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ 2 റോസ് താഴെ കിടക്കുന്നത്. പക്ഷെ അത് പീരീഡിൽ പെട്ടതല്ല. ആക്ച്വലി അത് 6th 7th പീരീഡിൽ പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എലമെന്റ്സിന്റെ സൈസ് ഈ പീരിയോഡിക് ടേബിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് അറ്റോമിക് റേഡിയസ്, ആറ്റത്തിന്റെ റേഡിയസ് റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ് നമ്മളിങ്ങനെ മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരൊറ്റ റോയിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരും. ഇവിടെ ആയിരിക്കും ഏറ്റവും വലിയ അറ്റോമിക് റേഡിയസ് ഉള്ള എലമെന്റ് കിടക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുന്നതോറും റേഡിയസ് കുറഞ്ഞാണ് വരുന്നത്. ഇനി ഒരൊറ്റ കോളം നോക്കാന്ന് വിചാരിച്ചോ. ഒരൊറ്റ കോളം, ഒരു കോളത്തിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്നതോറും അറ്റോമിക് റേഡിയസ് കൂടി വരും. മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടും. ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ വലത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരും. ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് ആണ് നോക്കിയത്. എലമെന്റ്സ് ആർ ലിസ്റ്റഡ് അക്കോർഡിംഗ് ടു ദെയർ അറ്റോമിക് നമ്പർ. പ്രോപ്പർട്ടീസ് ആർ ഐഡന്റിഫൈഡ് ഈസിലി വെൻ the element is found in the periodic table. പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് അതിന്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പഠിച്ചത് ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ, ബ്ലോക്ക് നമ്പർ. ബ്ലോക്ക് നമ്പർ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പഠിക്കാം. ഇത് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച പോർഷൻസ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചായിരുന്നു ഒരു ഷെല്ല്, ആ ഷെല്ലിന്റെ ഷെൽ നമ്പർ 1 ആണെങ്കിൽ അവിടെ ഒരു സബ് ഷെല്ലുണ്ട്. ഷെൽ നമ്പർ 2 ആണെങ്കിൽ അവിടെ 2 സബ് ഷെൽസ് ഉണ്ട് അല്ലേ. ഷെൽ നമ്പർ 3 ആണെങ്കിൽ അവിടെ 3 സബ് ഷെൽസ് ഉണ്ട്, SPD ഉണ്ട്. ഷെൽ നമ്പർ 4 ആണെങ്കിൽ അവിടെ 4 സബ് ഷെൽസ് ഉണ്ട്. ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു വെച്ചായിരുന്നു. ഈ ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽ അനുസരിച്ചാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം പഠിച്ചു വെച്ചായിരുന്നു. അതായത് ഏറ്റവും കുറഞ്ഞ എനർജി ലെവൽ ആയിരിക്കും ആദ്യം ഫില്ല് ചെയ്യുക, പിന്നെ അടുത്തത് അങ്ങനെ. അപ്പോൾ ഈ സബ് ഷെല്ലിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒരു എനർജി കൺസെപ്റ്റ് ഉണ്ട്. അത് ഒരു ഡയഗ്രാം വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഓരോ ഷെല്ലിലും അവൈലബിൾ ആയിട്ടുള്ള സബ് ഷെൽസ് ആണ് എഴുതി പോകുന്നത്. 1s, പിന്നെ 2s 2p, 3s 3p, 3d, 4s 4p, 4d, 4f, 5s 5p, 5d, 5f അങ്ങനെ പോകും. 6s 6p, 6d, 6f ഇങ്ങനെ പോകുന്നു. ഈ സബ് ഷെല്ലുകളിൽ ഏത് ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഫില്ലാവുന്നത് എന്ന് നോക്കാം. ആദ്യം ഇലക്ട്രോൺ ഫില്ലാവുന്നത് എന്തായാലും ഉറപ്പായിട്ടും 1sലായിരിക്കും. അപ്പോൾ 1sൽ ഫില്ലാവുന്നു. അതിനുശേഷം എങ്ങോട്ട് പോവും? അതിനുശേഷം 2sൽ പോവും അല്ലേ. 2sൽ ഫില്ലായി കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോവും? 2pയിലോട്ട് പോവും. 2pയിൽ ഫില്ലായി കഴിഞ്ഞാൽ 3sലോട്ട് പോരും. 3s ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ 3p കണ്ടോ. 3p കഴിഞ്ഞ ഉടനെ 3dയിലോട്ടല്ല പോകുന്നത് ഇലക്ട്രോൺ. പിന്നത്തെ കോൺഫിഗറേഷൻ ഇങ്ങോട്ടാണ് 4s കഴിഞ്ഞാൽ പിന്നെയാണ് 3d. അത് കഴിഞ്ഞ് 4p കഴിഞ്ഞാൽ 5s കഴിഞ്ഞേ പിന്നെ ആര് വരുള്ളൂ? 4d വരുള്ളൂ. ഈ ഒരു ഡയഗ്രാം വരച്ച് പഠിച്ചാൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഈസി ആയിട്ട് പറ്റും. ഇതുവരെയുള്ളതൊക്കെ നമ്മൾ പഠിച്ചാൽ മതിയായിരിക്കും. ഇതുവരെയുള്ളതൊക്കെ ക്വസ്റ്റ്യന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ കണ്ടോ, ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ വരച്ച് പോവുക. ഈ ഓർഡറിലായിരിക്കും ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് ചില ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതി നോക്കാം. ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ, ബ്ലോക്ക് നമ്പർ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണ്. അതായത് ലാസ്റ്റ് ഷെല്ലിൽ എന്തുമാത്രം ഇലക്ട്രോൺസ് ഉണ്ട് അതാണ് ഗ്രൂപ്പ് നമ്പർ. പീരീഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഷെൽ നമ്പർ, അവസാനത്തെ ഷെല്ലിന്റെ നമ്പർ ഏതാണോ അതാണ് പീരീഡ് നമ്പർ.
ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വാലൻസ് സബ്ഷെൽ ഏതാണ്, എസ് ആണോ, പി ആണോ, ഡി ആണോ, എഫ് ആണോ, അവസാനം കിടക്കുന്ന സബ്ഷെൽ, അതാണ് ബ്ലോക്ക് നമ്പർ, ബ്ലോക്ക്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എഴുതാനുള്ള എളുപ്പത്തിന്. എലമെന്റിന്റെ നെയിം ഇവിടെ എഴുതും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതായത് അറ്റോമിക് നമ്പർ അത് എഴുതും, സബ്ഷെൽ കോൺഫിഗറേഷൻ ആണ് ആദ്യം എഴുതുക, അത് കഴിഞ്ഞ് ഷെൽ കോൺഫിഗറേഷൻ എഴുതാം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. പിന്നെ ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ, ബ്ലോക്ക്. അപ്പം എഴുതാം. ആദ്യം ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, അങ്ങനെ എല്ലാം എഴുതാം. ഇനി സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഈ ഒരു രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് അല്ലേ. ഇവിടെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്, അപ്പോൾ അത് ആദ്യത്തെ സബ്ഷെല്ലിലോട്ട് പോകും. 1s ആണല്ലോ ആദ്യത്തെ സബ്ഷെല്ല്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1s1. ഈ മുകളിലൊരു 1 എഴുതിയതിന്റെ അർത്ഥം ഒരു ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിൽ. ആ സബ്ഷെല്ലിൽ ഏത് ഷെല്ലിലാണുള്ളത്? ഫസ്റ്റ് ഷെല്ലിൽ. ഫസ്റ്റ് ഷെല്ലിലത്തെ എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, അതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോഴോ ഫസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രം അല്ലേ, ഒരു ഇലക്ട്രോൺ, പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1. പീരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? 1. അതുകൊണ്ട് പീരീഡും 1. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സബ്ഷെല്ലിലാണ് ഇത് ഫില്ലായേക്കുന്നത്? എസ്. അതുകൊണ്ട് ബ്ലോക്ക് എസ് ആണ്. ഈ രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഹീലിയം എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ. അപ്പോൾ ഫസ്റ്റ് 1s-നകത്ത് 2 ഇലക്ട്രോൺ ഫില്ലാവും അല്ലേ. എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 1s2, അതായത് ഈ 2 ഇലക്ട്രോൺസിനെയും എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റ് ഷെല്ലിലത്തെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2. ഇനി ഗ്രൂപ്പ് നമ്പർ നോക്കാം. ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസ്. ഇവിടെ വാലൻസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അവിടെ 2, അതുകൊണ്ട് 2. ഇനി പീരീഡ് നമ്പർ. പീരീഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വാലൻസ് ഷെല്ല് 1 ആണ്, അപ്പോൾ 1. ബ്ലോക്ക് എന്ന് പറയുന്നത് എസ്, കാരണം സബ് ഷെല്ല് ഏതാണ് ഫില്ലായത്? എസ്. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം. ഹീലിയം എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിന്റെ ഇങ്ങറ്റത്ത് കിടക്കുന്ന എലമെന്റ് ആണ് അല്ലെ. ഇങ്ങറ്റത്തെ കോളത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് നമ്പർ അവിടെ 18 ആണ്. ഇത് നമുക്ക് ഓർത്ത് വെക്കാലോ. ഈ ഗ്രൂപ്പ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ജനറലായിട്ട് പറഞ്ഞു, പക്ഷേ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആ കാര്യത്തിൽ പഠിക്കാനുണ്ട്. അതിനാദ്യം നമുക്ക് ഈ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. ബ്ലോക്ക് വൈസ് എലമെന്റ്സിനെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് ബ്ലോക്കിനനുസരിച്ചാണ് ഗ്രൂപ്പ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അതൊന്നുകൂടി പറഞ്ഞുതരാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 16 തന്നിരിക്കുന്ന ഫിഗറാണ്. ഇവിടെ കറക്റ്റായിട്ട് ഓരോ എലമെന്റ്സിനെയും ഏത് ബ്ലോക്കിലാണെന്ന് ജസ്റ്റ് പീരിയോഡിക് ടേബിൾ തന്നെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ്, അത്രേ ഉള്ളൂ. ആദ്യത്തെ 2 ഗ്രൂപ്പും എസ് ബ്ലോക്കാണ്, കാരണം എസ് സബ്ഷെല്ലാണ് വാലൻസ് ഇലക്ട്രോൺ കിടക്കുന്നത്. പിന്നെ ഈ 13th തൊട്ട് 18th ഗ്രൂപ്പ് വരെ ഈ കോളംസ് എല്ലാം പി ബ്ലോക്കാണ്. കണ്ടോ, ഹീലിയം അവിടെ ഒരു എക്സെപ്ഷൻ ആണ്. പി സബ്ഷെല്ല് അവിടെ ഫില്ല് ആവുന്നില്ല എങ്കിലും ഹീലിയം അവിടെ ഇൻക്ലൂഡഡ് ആണ്, കാരണം ഇതെല്ലാം ഇനേർട്ട് ഗ്യാസസ് ആണ്. ഇനി 3rd ഗ്രൂപ്പ് തൊട്ട് 12th ഗ്രൂപ്പ് വരെയാണ് ഡി ബ്ലോക്കിൽ, കാരണം ഡി സബ്ഷെല്ലാണ് അവിടെ വാലൻസ് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നത്. വാലൻസ് ഇലക്ട്രോൺ കയറിയിരിക്കുന്നത് ഡി സബ്ഷെല്ലിലായിരിക്കും. ഇതാണ് വാലൻസ് ഇലക്ട്രോൺ എഫ് സബ്ഷെല്ലിൽ കയറുന്ന എലമെന്റ്സ്. ഇതെല്ലാം എഫ് ബ്ലോക്ക്. അങ്ങനെ ആണ് എസ് പി ഡി എഫ്, എസ് പി ഡി എഫ് എന്ന് തരംതിരിച്ചിരിക്കുന്നത് ബ്ലോക്കുകളായിട്ട്. ഇനി ഈ ബ്ലോക്കിനനുസരിച്ച് നമുക്ക് ഗ്രൂപ്പ് നമ്പർ പറയാൻ പറ്റും. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ള റൂൾ ഇങ്ങനെയാണ്. എസ് ബ്ലോക്ക് ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. കണ്ടോ, എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ്സ്, എസ് ബ്ലോക്കിൽ പെട്ട എലമെന്റ്സ്, അതായത് വാലൻസ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് കയറുന്നതെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും, കാരണം വാലൻസ് ഇലക്ട്രോൺസിന്റെ നമ്പർ തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇനി പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വാലൻസ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ 10 പ്ലസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, 10 പ്ലസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. ഇനി ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇത് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ n-1 ഡി സബ്ഷെൽ. ഇത് ഡി ബ്ലോക്ക് ആണ്.
അപ്പം വാലൻസ് ഷെല്ലല്ല, അതിന് തൊട്ട് മുൻപത്തെ ഷെല്ലിലത്തെ ഡി സബ് ഷെല്ലിലത്തെ ഇലക്ട്രോൺസ് നോക്കണം. അതിന്റെ കൂടെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഏതാണ് ഗ്രൂപ്പ് എന്ന് കിട്ടുന്നത്. ഗ്രൂപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്തിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണോ അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. എന്തായാലും ഇതാണ് റൂള്. ഇതനുസരിച്ച് ചെയ്തു പോകാം. പക്ഷേ അത് കമ്പൽസറി അല്ല, കുട്ടികൾ പഠിക്കണമെന്ന് കമ്പൽസറി ഇല്ല. ഗ്രൂപ്പ് നമ്പർ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അത് ഞാൻ അവസാനം ഒന്നുകൂടി ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഈ ടേബിൾ കണ്ടിന്യൂ ചെയ്ത് പോകാം. അങ്ങനെ ഇത് 18th ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തത് ലിഥിയമാണ്. ലിഥിയം എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺസ് ആണ്. 3 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 1s 2 പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 1s2 എന്ന് എഴുതി. അതായത് ഫസ്റ്റ് ഷെല്ല് എസ് സബ് ഷെല്ല് 2 ഇലക്ട്രോൺസ്. ഈ 2 ഇലക്ട്രോൺസ് കഴിഞ്ഞ് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, കാരണം 3 ഇലക്ട്രോൺസ് ഉണ്ട് ടോട്ടൽ. പക്ഷെ 2 ഇലക്ട്രോൺസ് ഞാനിപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? 1s കഴിഞ്ഞാൽ പിന്നെ 2sലോട്ടാണ്. അപ്പോൾ 2s1 കണ്ടേ, 1s കഴിഞ്ഞാൽ 2s1. അപ്പോൾ ഇവിടെ ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പം ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പോൾ 2 1 എന്നാണ് ഷെൽ കോൺഫിഗറേഷൻ വരിക. ഇനി പീരീഡ് ഏതായിരിക്കും? പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വാലൻസ് ഷെല്ല് ഏതാണ്? 2 ആണ്. അതുകൊണ്ട് പീരീഡ് 2 ആണ്. വാലൻസ് ഷെല്ല് 2, അതുകൊണ്ട് പീരീഡ് 2. ഇനി ബ്ലോക്ക് ഏതാണ്? വാലൻസ് നമ്മൾ ഫില്ലായേക്കുന്നത് എസ് സബ് ഷെല്ലാണ്, അതുകൊണ്ട് ഇത് എസ്. ഇനി ഗ്രൂപ്പ് നോക്കാം. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസ് സബ് ഷെല്ലായതുകൊണ്ട് ഈസിയാണ്. വാലൻസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 1. അപ്പോൾ അത് ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. ഇനി അടുത്ത എലമെന്റ് ആണ് ലിഥിയം കഴിഞ്ഞാൽ ബെർലിയം. അവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 1s2 2s2. അപ്പോൾ 4 ആയല്ലോ. 4 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ 2 ഷെൽസ്, രണ്ടും എസ് സബ് ഷെല്ലിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 2 എന്ന് എഴുതാം. ഷെൽ കോൺഫിഗറേഷൻ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിലും 2 ഇലക്ട്രോൺ. ഇനി ഇവിടെ ഗ്രൂപ്പ് നമ്പറിന് മുമ്പ് പീരീഡ് നമ്പർ എഴുതാം. പീരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിന്റെ നമ്പർ. ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ പീരീഡ് 2 ആണ്. ഇനി ബ്ലോക്ക് എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്കിലത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണ് 2. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പാണ്. അടുത്തത് ബോറോൺ ആണ്. ബോറോണിൽ 5 ഇലക്ട്രോൺസ് അല്ലേ. 5 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 1s2 2s2 ഇത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇനി 2s കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും? 2s കഴിഞ്ഞാൽ പിന്നെ 2pയിലോട്ടാണ് പോകുന്നത്. 2p അവിടെ എത്ര ഇലക്ട്രോൺസ് വേണം? 2 4 ഇലക്ട്രോൺ ഇപ്പോൾ കഴിഞ്ഞു. 5 എണ്ണേ ഉള്ളൂ മൊത്തം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 2 1 3 ഇലക്ട്രോൺസ് 3. അപ്പോൾ പീരീഡ് നമ്പർ എങ്ങനെ എഴുതും? വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതാണ് പീരീഡ് നമ്പർ അല്ലേ. വാലൻസ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ സെക്കൻഡ് പീരീഡ്. ഇനി ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് വാലൻസ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് കയറിയിരിക്കുന്നത്? പിയിലോട്ടാണ്. അപ്പം പി ആണ് ബ്ലോക്ക്. അപ്പോൾ പി ബ്ലോക്കിലാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? പി ബ്ലോക്ക് ആണെങ്കിൽ 10 പ്ലസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ഇവിടെ വാലൻസ് ഇലക്ട്രോൺസ് 3 ആണ്. അപ്പം ജനറലി റൂൾ അനുസരിച്ച് ഇവിടെ 3 എന്ന് എഴുതാവോ? ഇല്ല. ഇത് പി ബ്ലോക്ക് ആയതുകൊണ്ട് 10 പ്ലസ് 3 13 ആണ് ഗ്രൂപ്പ് നമ്പർ. അടുത്ത എലമെന്റ് കാർബൺ ആണ്. കാർബണിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. 6 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം 1s2 2s2 ഇപ്പം 4 എണ്ണമായി. 4ഉം 2 എണ്ണം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് പിയിലോട്ട് തന്നെ പോവും. 2p2 1s2 2s2 2p2. അപ്പോൾ ഇവിടെ ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെ വരും? ആദ്യത്തേതിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ, 2 2 4. അപ്പോൾ ഇവിടെ 4 എന്ന് വന്നു. ഇനി നമുക്ക് പീരീഡ് നമ്പർ നോക്കാം. പീരീഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഷെല്ല് ഏതാണോ അതാണ് പീരീഡ് നമ്പർ. ഇവിടെ രണ്ടാമത്തെ ഷെല്ലാണ് ലാസ്റ്റ് വാലൻസ് ഷെൽ, അതുകൊണ്ട് ഇവിടെ 2 സെക്കൻഡ് പീരീഡ് ആണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? പിയിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പം പി. ഇനി പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? പി ബ്ലോക്ക് ആണെങ്കിൽ 10 പ്ലസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ഇവിടെ വാലൻസ് ഇലക്ട്രോൺസ് 4 ആണ് അല്ലേ. അപ്പം 10 പ്ലസ് 4 14 ആണ് ഗ്രൂപ്പ് നമ്പർ. ഇനി നൈട്രജൻ 7 എന്ന് പറയുമ്പം 1s2 2s2 2p 6 വരെ പോവാലോ. പക്ഷെ ഇവിടെ 7 മതി. 2 2 4 4 3 7.
അപ്പോൾ കോൺഫിഗറേഷൻ ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇവിടെ 2, ഇവിടെ 5, 5 രണ്ടും 7 ഇലക്ട്രോൺ. ഇനി ഇവിടെ എഴുതുമ്പോൾ ഗ്രൂപ്പ് എഴുതുമ്പോൾ ആദ്യം നമുക്ക് ബ്ലോക്ക് നമ്പർ തന്നെ നോക്കാം. ഇവിടെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് വാലൻസ് ഷെല്ല് ഏതാണ് 2 ആണ്, സെക്കൻഡ് ഷെല്ലാണ്. അപ്പോൾ സെക്കൻഡ് പീരീഡ് ആണ്. ഇനി ബ്ലോക്ക് എന്ന് പറയുന്നത് വാലൻസ് സബ് ഷെല്ല് പി സബ് ഷെല്ലിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 10 പ്ലസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 10 പ്ലസ് 5 15. ഈ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കംപ്ലീറ്റ് ഇപ്പോൾ ചെയ്താൽ ഒത്തിരി ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് എലമെന്റ്സിന്റെയും കൂടി ഞാൻ ആഡ് ചെയ്യാം. ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 8 ആണ്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം 281. അതെങ്ങനെ കിട്ടി? ഇലക്ട്രോൺ വിന്യാസം ഡയറക്റ്റ്ലി നമുക്കിപ്പോൾ 281 എന്ന് എഴുതുന്നതിനെക്കാട്ടിലും നല്ലത് ആദ്യം ഈ ഓർഡറിൽ ഫില്ല് ചെയ്ത് പോവുക. 11 ഇലക്ട്രോൺസിനെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. 11. അപ്പോൾ 1s2. അപ്പോൾ 2 അവിടെ തീർന്നു. പിന്നെ 2s2, 2p ഉണ്ടല്ലോ, 2p ആണ്. അത് കഴിഞ്ഞാൽ 6 കൊള്ളുമല്ലോ പിക്കകത്ത്, 2p6. പിന്നെ 3s എത്ര എണ്ണം വേണം? 2 2 4, 4ഉം 6ഉം 10. പിന്നെ സോഡിയത്തിന് 11 ആണ്. അപ്പം ഇനി ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ, 3s1. അങ്ങനെയാണ് 2. പിന്നെ 6ഉം 2ഉം 8. ഇവിടെ മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നത്? ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടുന്നത്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 അതെങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ 1 കിട്ടിയത്? ഇതാ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 1. പിന്നെ ഇത് എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടിയത്. പീരീഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഷെല്ല് ഏതാണ്? 3. അതുകൊണ്ട് പീരീഡ് നമ്പർ 3 ആണ്. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റ് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതേ പേജിൽ തന്നെ അവസാനം തന്നിരിക്കുന്ന ഒരു ടേബിളാണിത്. സോഡിയം നമ്മളിപ്പോൾ ചെയ്തല്ലോ 281. അപ്പം 281 എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതി 281. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് അല്ലേ ഫസ്റ്റ് KLM അല്ലേ? അതാണ് ഇവിടെ KLM എന്ന് എഴുതിയേക്കുന്നത് 281. ഇനി ആർഗൺ 18 ആണ്. 18 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 11 വരെ എഴുതിയിട്ടുള്ളൂ. 11 വരെ ഒന്ന് എഴുതാം. 2s2, 2p6. പിന്നെ ഇപ്പം 10 ആയല്ലോ. 2 + 2 4, 4 + 6 10. 10 ആയിട്ടുണ്ട്. നമുക്ക് ആർഗണിന് എത്രയാണ്? 18 ആണ്. അപ്പോൾ 8ഉം കൂടി വേണം. അപ്പോൾ അടുത്തത് എവിടെയാണ് പോവുക ഇലക്ട്രോൺ? 2p കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോവുക 3sലോട്ടാണ്. അപ്പോൾ 3s2 ആയി. പിന്നെ ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഇല്ലേ? നോക്കി 2 2 4 10 12 18 ആവണമെങ്കിൽ 6 എണ്ണം കൂടി. അത് 3s കഴിഞ്ഞാൽ പോകുന്നത് 3s കഴിഞ്ഞാൽ നേരെ പോകുന്നത് 3pലോട്ടാണ്. അപ്പോൾ 3p6. അപ്പോൾ തേർഡ് ഷെല്ല് 8 ഇലക്ട്രോൺ. 2ഉം 6ഉം 8. ഇവിടെയും 8, ഇവിടെ 2. അപ്പോൾ 288 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 8. പേജ് നമ്പർ 9 ആണ് ടെക്സ്റ്റ് ബുക്കിൽ. തൊട്ടപ്പുറത്തെ പേജ്. അവിടെ ചോദിച്ചിരിക്കുന്നത് ആർഗണിന്റെ ബാഹ്യതമ ഷെല്ലായ എമ്മിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? ഇവിടെ നമ്മൾ ആർഗണിന്റെ എഴുതിയായിരുന്നു അല്ലേ? 288. അപ്പോൾ ലാസ്റ്റ് എം എന്ന് പറയുന്നത് 1 2 3 KLM മൂന്നാമത്തെ. ഇവിടെ 8 എണ്ണം. അതുകൊണ്ട് 8 ആണ് ആൻസർ. എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? എം ഷെൽ എന്ന് പറയുമ്പോൾ ഷെൽ നമ്പർ എത്രയാ? K1L2M3. അപ്പോൾ 3 2n² എന്നുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു അല്ലേ? ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ എന്നിന്റെ പ്ലേസിലോട്ട് 3 കൊടുക്കുന്നു. 2 × 3². 2 × 9 18. നമ്മൾ തുടക്കത്തിൽ പഠിച്ചായിരുന്നു ഫസ്റ്റ് ഷെല്ലില് ഒരു സബ് ഷെല്ല് എസ് മാത്രം, സെക്കൻഡ് ഷെല്ലില് എസും പിയും, തേർഡ് ഷെല്ലില് SPD പോസിബിൾ ആണ്, ഫോർത്തില് SPDF പോസിബിൾ ആണ്. ഇത് ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ബേസ് ആക്കിയിട്ട് ഒന്നാമത്തെ ഷെല്ലായ K ഷെല്ലിൽ 1, അടുത്ത ഷെല്ലായ L ഷെല്ലിൽ 2 എന്നിങ്ങനെ MN ഷെല്ലുകളിലെ സബ് ഷെല്ലുകളുടെ എണ്ണം എത്ര വീതമായിരിക്കും? എമ്മിൽ 3 എണ്ണവും എന്നിൽ 4 എണ്ണവും അല്ലേ? കെയിൽ 1, എല്ലിൽ 2, എമ്മിൽ 3, എന്നിൽ 4. ഇപ്പോൾ ഷെൽ നമ്പർ സബ് ഷെല്ല് ഇതാ നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെ ടാബുലർ ഫോമിൽ തന്നിട്ടുണ്ട്.
ഇനി എല്ലാ ഷെല്ലുകളിലുമുള്ള പൊതുവായ സബ്ഷെൽ ഏതാണ്? എസ്. എല്ലാ ഷെല്ലുകളിലും കണ്ടോ എസ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഷെല്ലുകളിലും പൊതുവായി വരുന്ന സബ്ഷെല്ല് എസ് ആണ്. ഇത് പേജ് നമ്പർ 10 ടേബിൾ ആണ്. ഇവിടെ ഷെൽ നമ്പറും അതിലുള്ള സബ്ഷെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുമാണ് പറയുന്നത്. ഷെൽ നമ്പർ 1 അവിടെ ഒരു സബ്ഷെല്ലേ ഉള്ളൂ എസ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1s എന്നായിരിക്കും. സെക്കൻഡ് ഷെല്ലില് എത്ര സബ്ഷെല്ലുണ്ട്? 2 സബ്ഷെല്ല്, എസ്സും ഉണ്ട് പിയും ഉണ്ട്. അപ്പോൾ 2s 2p. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. തേർഡ് ഷെല്ലില് എസ് എന്ന് പറയുമ്പോൾ അത് 3s, തേർഡ് ഷെല്ലിലെ പി 3p, അങ്ങനെ കണ്ടോ 4s 4p 4d 4f, ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ വരുന്നത്. ഇത് ടേബിൾ 1.4 ആണ്. ഈസി ആയിട്ട് ഫില്ല് ചെയ്യാം. അതായത് ഓരോ സബ്ഷെല്ലിലും മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യാൻ പറ്റും. എസ് ആണെങ്കിൽ 2, പി ആണെങ്കിൽ 6, ഡി ആണെങ്കിൽ 10, എഫ് ആണെങ്കിൽ 14. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ താഴെയും അതേ ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത്. പി സബ്ഷെല്ലിലെ മാക്സിമം ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 6 ആണ് ആൻസർ. നമ്മൾ കുറച്ച് മുൻപ് ചെയ്ത ഒരു ടേബിൾ, കംപ്ലീറ്റ് ചെയ്ത ടേബിളാണിത്. ഇവിടെ നമ്മൾ നൈട്രജൻ, കാർബൺ, നൈട്രജൻ വരെ നമ്മൾ ഫില്ല് ചെയ്തായിരുന്നു. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഈ കോൺഫിഗറേഷൻസ് എല്ലാം ചെയ്തു പോകുന്നുണ്ട്. അതിന്റെ ബാക്കി ഇവിടെ ഉണ്ട്. ഇനി ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പൊ ഇലക്ട്രോൺസ് 9. ഈ 9 എങ്ങനെ ഫില്ല് ചെയ്ത് പോവും? 1s2 2s2 2p5 2 2 4 4 5 9 9 ഇലക്ട്രോൺസ് ഈ രീതിയിൽ ഫില്ലായി പോകും. ഇലക്ട്രോൺസ് ഫില്ല് ആവുന്നതിന്റെ ഓർഡർ ഇതാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഇനി അടുത്തത് സോഡിയം. ഇലക്ട്രോൺസിന്റെ നമ്പർ 11 നമ്മൾ ചെയ്തതാണ് ഇതിനു മുൻപ്. അത് 1s2 2s2 2p6 3s1. ഇനി അലുമിനിയം 13 ആവുമ്പോൾ ഈ 11 വരെ നമ്മൾ ചെയ്തല്ലോ, അതിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം? 3 ഇലക്ട്രോൺസും കൂടി. അപ്പൊ 3s1ലാണ് നിന്നിരുന്നത്, 3s2 ആയി, പിന്നെ 3p1. ശരിയായോ? 2 2 4 4 2 6 4 6 10 10 3 13. ഇനി അടുത്തത് ക്ലോറിൻ 17 ആണ്. 17 ഇലക്ട്രോൺസിന് കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇവിടം വരെയൊക്കെ എല്ലാം ഈക്വൽ ഒരേപോലെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടം വരെ എത്തുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ആയി? 12 കഴിഞ്ഞാൽ പിന്നെ 5 ഇലക്ട്രോൺസും കൂടി കണ്ടോ 3p5 എന്ന് നിൽക്കും. പിന്നെ ആർഗൺ നമ്മൾ ഒരിക്കൽ ചെയ്തതാണ് 18 എന്ന് പറയുമ്പോൾ ഇവിടം വരെ എത്ര വന്നു? 12 കഴിഞ്ഞാൽ പിന്നെ 6ഉം കൂടി വേണം. അപ്പോൾ 3p6. 12 കഴിഞ്ഞ് 6 വേണമെന്ന് പറഞ്ഞത് 18 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് 12 + 6 ആണല്ലോ 18. അതുകൊണ്ടാണ് 3p6 ആവും എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എലമെന്റ് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം 19 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് 19 ഇലക്ട്രോൺസിനെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. 19 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ 1s2 2s2 2p6 3s2 ഇവിടം വരെ ഓക്കെ. ഇപ്പം എത്രയായി? 2 2 4 10 12 19 എത്തണമെങ്കിൽ ഇനി 7 എണ്ണം കൂടി വേണം അല്ലേ? അപ്പം 3s കഴിഞ്ഞാൽ പിന്നെ p ആണല്ലോ. നോക്ക്, 3s കഴിഞ്ഞാൽ പിന്നെ 3p ആണ്. അതിന് സംശയമില്ല. 6 ആയി. ഇപ്പോൾ 12ഉം 6ഉം 18. ഇനി ഒരെണ്ണം ഉണ്ട്. 3p കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവാ? 3dയിലോട്ടാണോ? അല്ല, 3p കഴിഞ്ഞാൽ പിന്നെ 4sലോട്ടാണ് പോവാ. അപ്പോൾ 4s1. ഇങ്ങനെയാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത്. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇത് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. കാരണം സബ്ഷെൽസ് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറയുമ്പോൾ 2. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 8, തേർഡിൽ 8, ഫോർത്തിൽ 1. ഇങ്ങനെയാണ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത്. അതാണ് ഇവിടെ ആദ്യം ചോദിച്ചത്. അതും ഫില്ല് ചെയ്യാനുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഇനി 1s 2s ഇതിൽ ഏതിനാണ് ഊർജം കുറവ്? അതായത് എനർജി ഏറ്റവും കുറഞ്ഞത് 1sനാണോ 2sനാണോ? 1s ആണ് ആൻസർ അല്ലേ? ഇവിടെ ഏറ്റവും എനർജി കുറഞ്ഞതാണ് ആദ്യം ഫില്ലാവുന്നത്. അപ്പോൾ 1s ആണ് എനർജി കുറഞ്ഞത്. ഇനി 3s 3p എന്നീ സബ്ഷെല്ലുകളിൽ ഊർജം കൂടുതൽ ഏതിനാണ്? 3d 4s ഇവയിലോ? ഇപ്പൊ 3s 3p നോക്കിക്കേ,
3s 3p. ഏതിനാ കുറവ്? 3sനാണ് കുറവ്. ഇനി 3d 4s, 3d 4s, 3d 4s. ആദ്യം ആരാ ഫില്ലാവുന്നത്? 4s ആണ് ഫില്ലാവുന്നത്. അപ്പോൾ 4s ആണ് ചെറിയ എനർജി ലെവലിലുള്ളത്. അത് കഴിഞ്ഞാണ് 3ഡിയിലോട്ട് പോവുള്ളൂ. 4s കഴിഞ്ഞിട്ടേ 3ഡിയിലോട്ട് പോവുള്ളൂ. ദാറ്റ് മീൻസ് 4s ആണ് ചെറിയ എനർജി ലെവലിൽ നിൽക്കുന്നത്. സബ്ഷെൽസിന്റെ എനർജി ലെവല് ലെസ് ദാൻ സിമ്പിൾ ഇട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. 1s കഴിഞ്ഞാലാണ് 2s, പിന്നെ 2p, 3s, 3p, 4s, 3d, 4p, 5s കഴിഞ്ഞിട്ടാണ് 4d വരുന്നത്. അങ്ങനെ ഈ ഒരു ഫിഗർ ശരിക്കും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇനി ഇവിടെ സ്കാൻഡിയം 21 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതിന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് തൊട്ട് മുൻപ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയായിരുന്നു. പൊട്ടാസ്യത്തിന്റെ നമ്പർ 19 ആണ്, അറ്റോമിക് നമ്പർ. അപ്പൊ 19 ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി 4s1, 4s കഴിഞ്ഞാൽ 4sൽ ഒരെണ്ണം കൂടി കയറ്റാലോ, 4s2 ആക്കാം. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഞാനിപ്പോൾ എഴുതുന്നു. കാരണം 19 വരെ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇനി 2 more ഇലക്ട്രോൺസ് എങ്ങോട്ട് കയറ്റണം എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്തു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ഇലക്ട്രോണും കൂടി ബാക്കിയുണ്ട്. 4s കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് 3dയിലോട്ടാണ്. അപ്പോൾ 4s കഴിഞ്ഞാൽ 3d1ിലോട്ട് ഒരു ഇലക്ട്രോൺ പോകും. അപ്പോൾ ബാക്കിയുള്ളത് ഇങ്ങോട്ട് എഴുതാം. പൊട്ടാസ്യത്തിന്റെ അതേപോലെ തന്നെ 1s2, 2s2, 2p6, 3s2, 3p6, പിന്നെ 4s2, 3d1. ഇതാണ് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് സബ്ഷെൽ കോൺഫിഗറേഷൻ വരുന്നത്. ഇനി നമുക്ക് സ്കാൻഡിയത്തിന്റെ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലില് 2ഉം 6ഉം 8 ഇലക്ട്രോൺ, തേർഡില് 6ഉം 2ഉം 8ഉം പിന്നെ 1ഉം 9 ഇലക്ട്രോൺ, ഫോർത്തില് 2 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ ഷെൽ കോൺഫിഗറേഷൻ വരുന്നത്. നമ്മളിപ്പോൾ ചെയ്തത് സ്കാൻഡിയത്തിന്റെയാണ്. അതിന്റെ തൊട്ടടുത്ത് വരുന്നതാണ് ടൈറ്റാനിയവും വെനേഡിയവും. ടൈറ്റാനിയം 22 അറ്റോമിക് നമ്പർ, വെനേഡിയം 23. അതിന്റെ എങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് സബ്ഷെൽ കോൺഫിഗറേഷൻ എന്നുള്ളതാണ്. 21 വരെ ഇങ്ങനെ ചെയ്തു അല്ലേ. അപ്പൊ 22 ആണെങ്കിലോ, 22 എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി കൂടുതൽ. ഇവിടം വരെ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം. പിന്നെ ഇവിടെ 3d2 എന്നാവും. അത്രേ ഉള്ളൂ. അപ്പൊ തേർഡ് ഷെല്ലിലോട്ടാണ് ഒരു ഇലക്ട്രോൺ കൂടുതൽ വന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2, 8, തേർഡിലോട്ടാണ് ഇപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ 10 ആയി, 2 ആയി. ഇതായിരിക്കും 22nd എലമെന്റ്. ഏതാണ്? ടൈറ്റാനിയം. അതിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരിക: 2, 8, 10, 2. ഇനി അടുത്തത് വെനേഡിയം. വെനേഡിയം 23. ഇതിനെക്കാട്ടിലും ഒരെണ്ണം കൂടി കൂടണം. അപ്പോൾ 2, 8, 11, 2. കാരണം ഇനി പോകുന്നതെല്ലാം 3dയിലോട്ടായിരിക്കും. ഇവിടെ 3d3 എന്ന് വരും. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ വരും. 3d3, 4s2. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ടെക്സ്റ്റ് ബുക്കിലും തന്നിരിക്കുന്നത്. ഇനി നോബിൾ ഗ്യാസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇലക്ട്രോൺ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം സോഡിയം ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോഡിയത്തിന്റെ തൊട്ട് മുൻപുള്ള ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകം ഏതാണ്? അത് നിയോൺ ആണ്. നിയോൺ എന്ന് പറഞ്ഞാൽ 10th എലമെന്റ്, 10 ഇലക്ട്രോൺസ്. 10 ഇലക്ട്രോൺസിനെ ഇങ്ങനെ ആണ് കോൺഫിഗർ ചെയ്യുക: 1s2, 2s2, 2p6. ഓക്കെ. അപ്പൊ സോഡിയം എന്ന് പറയുന്നത് 11th ആണ്. അപ്പൊ 1s2, 2s2, 2p6, അതിന്റെ കൂടെ എന്തും കൂടി വരും? 3s1 കൂടി വരും സോഡിയം ആവുമ്പോൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എന്താണ്? നിയോൺ തന്നെയാണ്. ആ രീതിയിൽ നമുക്ക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എഴുതാം. അതായത് ഇതുപോലെ നിയോൺ എന്നിട്ടിട്ട് ബ്രാക്കറ്റിലിട്ടിട്ട് 3s1 എന്നെഴുതിയാൽ അതെന്താണ്? സോഡിയം ആണ്. ഇനി നമുക്ക് സ്കാൻഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, കൊബാൾട്ട്, സിങ്ക് ഈ എലമെന്റ്സിനെയും കൂടി നമുക്ക് ഇൻ ടേംസ് ഓഫ് നിയറസ്റ്റ് നോബിൾ ഗ്യാസ് അങ്ങനെ ആക്കിയേക്കുവാണ്. അപ്പോൾ സ്കാൻഡിയം 21 ആണ്. അപ്പോൾ ഈ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് നമ്പർ, അറ്റോമിക് നമ്പർ എത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നിയോണിൽ 10ഉം ആർഗണിൽ 18ഉം ആണ്. അപ്പോൾ ഇവിടെ 21 എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് 18 ആർഗൺ. പിന്നെ 18 കഴിഞ്ഞാൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അത് 3d1. ശരിക്കും പറഞ്ഞാൽ 4s2 കഴിഞ്ഞാണ് 3dയിലോട്ട് ഇലക്ട്രോൺ പോകുന്നത്.
4s2 3d1 അങ്ങനെയാണ് ഇലക്ട്രോൺസ് പോകുന്ന ഓർഡർ. പക്ഷെ എഴുതുമ്പം ഇങ്ങനെ എഴുതാം, 3d1 4s2 എന്ന് എഴുതാം. ഇനി കാൽഷ്യം എന്ന് പറഞ്ഞാൽ 20 ആണ്. 18 കഴിഞ്ഞ് 2 ഇലക്ട്രോണും കൂടി വരണം. അപ്പോൾ അത് 4s2. ആർഗൺ കഴിഞ്ഞ് പിന്നെ 4s2 പോകുന്നു. ആർഗണിന്റെ അതേ രീതി ഫോളോ ചെയ്തിട്ട് പിന്നെ 4s2 പോകുന്നു എന്നാണ് അർത്ഥം. പിന്നെ മാഗ്നീഷ്യം 12ന്റെ അടുത്ത് നിൽക്കുന്നത് നിയോൺ ആണ് അല്ലെ, 10 അറ്റോമിക് നമ്പർ 10 ആയിട്ടുള്ള നിയോൺ. അപ്പൊ നിയോൺ എഴുതി. പിന്നെ 10 കഴിഞ്ഞ് 2 ഇലക്ട്രോൺസ്, അത് 3s2 പോകുന്നു. ഈ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്തെടുക്കാം. അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന നോബിൾ ഗ്യാസ് ഏതാണോ അതിനെക്കാട്ടിലും എത്ര ഇലക്ട്രോൺസ് ഇവിടെ കൊടുക്കണം എന്നാലോചിച്ച് അതിനെ നമ്മൾ ഇതിന് തൊട്ട് മുൻപ് ഫോളോ ചെയ്ത ഈ ഒരു രീതി ഉപയോഗിച്ച് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രോമിയം അറ്റോമിക് നമ്പർ 24 ആണ്. അതുപോലെ കോപ്പർ അറ്റോമിക് നമ്പർ 29. ഈ 2 എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ പറയാം. ആദ്യം നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ അറിവ് വെച്ച് സബ്ഷെൽ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ആദ്യത്തെ ഷെൽ കോൺഫിഗറേഷനൊക്കെ നമ്മൾ ഇതുവരെ കുറേ എഴുതിയതാണ്. 1s2 2s2 2p6 3s2 3p6. ഇവിടം വരെ ആയപ്പോൾ എത്ര എണ്ണമായി? 18 ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. 18 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ എളുപ്പമുണ്ട്. ഇനി ഉള്ളത് ശ്രദ്ധിക്കണം, 18 കഴിഞ്ഞാൽ 6 എണ്ണം കൂടി ബാക്കിയുണ്ട് അല്ലേ. 6 ഇലക്ട്രോൺസും കൂടി കൊടുത്താലേ 24 ഇലക്ട്രോൺസ് ഫില്ലാവുള്ളൂ. അപ്പോൾ 6 എണ്ണത്തിൽ ഞാൻ 2 എണ്ണം ഇങ്ങോട്ടും, അതിനാണല്ലോ ടെൻഡൻസി, പിന്നെ 3D പോവുക, 4 എണ്ണം ഇങ്ങോട്ടും കൊടുത്തു എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സബ് ഷെല്ലുകൾക്ക് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. കണ്ടോ, P6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. S2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഒന്നുകിൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ ഡിക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവണമെങ്കിൽ ഡി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കയറും? 10 ഇലക്ട്രോൺസ് കയറും അല്ലേ. ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺസ് കയറും. പക്ഷേ ഇവിടെ ഇപ്പോൾ 4 എന്നാണ് നിൽക്കുന്നത്. അതിന് പകരം ഞാൻ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഒരെണ്ണം ഇവിടെ വെച്ചു, എന്നിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്ത് ഇവിടെ 5 ആക്കിയാൽ ഇവിടെയും ഹാഫായി, ഇവിടെയും ഹാഫായി. എസിനകത്ത് 2 ഇലക്ട്രോൺ കൊള്ളുമായിരുന്നു, അവിടെ 1 കൊടുത്തു. ഡിക്കകത്ത് 10 എണ്ണം കൊള്ളുമായിരുന്നു, പക്ഷെ അവിടെ 5 എണ്ണം കൊടുത്തു. ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള സബ് ഷെൽസിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺസ് ഈ ഒരു രീതിയിൽ ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് സബ്ഷെൽ കോൺഫിഗറേഷൻ. 4s1 3d5 എന്നാണ് പോകുന്നത്. ഇനി കോപ്പറിന്റെ കാര്യം നോക്കാം. കോപ്പറിന്റെ കാര്യത്തിൽ ഇതുപോലെ ആദ്യത്തെ 18 ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് കൊടുത്തു, അതിനകത്ത് ഡൗട്ടൊന്നും വരുന്നില്ല. പിന്നെ 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ 29 ആവാൻ 11 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. 11. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ 4s2 11 ബാക്കി 9 ഉണ്ട്, 3d9 പറ്റും. പക്ഷെ ഇതിനെക്കാട്ടിലും നല്ലത് ഇതിപ്പം ഫുള്ളി എന്താ പറയുക, ഈ സബ് ഷെല്ല് ഡി സബ് ഷെല്ല് കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡും അല്ല ഹാഫും അല്ല അല്ലേ. അതേസമയം ഇതിനെ ഹാഫാക്കി, ഇവിടുന്ന് ഒരെണ്ണം എടുത്ത് ഹാഫാക്കി, ആ ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്ത് ഇത് 10 ആക്കിയാൽ ഇത് ഫുള്ളി കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. ഡി ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും, എസ് ഹാഫായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടി. ഒന്നുകിൽ ഹാഫായിട്ട് നിൽക്കണം, ഹാഫ് ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. ഈ ഓപ്ഷൻസിലോട്ട് ചാടാനാണ് ഇലക്ട്രോൺസിന് കൂടുതൽ ടെൻഡൻസി. അതുകൊണ്ട് ഇതാണ് ശരിക്കും കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവസാനം 3d10 4s1 എന്ന് നിൽക്കും. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരാറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 എന്നാണ് എങ്കിൽ താഴെ തന്നിരിക്കുന്നവർക്ക് ഉത്തരം കണ്ടെത്തണം. ഇവിടെ ഇലക്ട്രോണിക് സബ്ഷെൽ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? ഹൗ മെനി ഷെൽസ് ആർ ദെയർ? ഇവിടെ 1 2 3 ഷെൽസേ ഉള്ളൂ. സബ് ഷെൽസ് ആണ് എണ്ണി നോക്കരുത്. ഷെൽസ് എന്ന് പറഞ്ഞാൽ 1 പിന്നെ 2 പിന്നെ 3, അതായത് 3 ഷെൽസ് ആണ് ഉള്ളത്. ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? അതായത് കെയില് എസ് ഉണ്ട്, എൽ അല്ലെ, 2 എന്ന് പറയുന്നത് എൽ ഷെല്ലാണ്. എൽ ഷെല്ലില് എസും പിയും ഉണ്ട്. പിന്നെ തേർഡ് ഷെൽ എന്ന് പറയുന്നത് എമ്മില് എസ് ഉണ്ട്, സബ് ഷെൽസ്. ഇനി അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ് ഷെല്ലിലാണ്? ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ് ടു വിച്ച് സബ് ഷെൽ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയത് എസിലോട്ടാണ് അല്ലെ, എസ്.
അപ്പോൾ ആകെ ഇലക്ട്രോണുകൾ എത്രയുണ്ടെന്ന്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 12. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 12 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 12 പ്രോട്ടോൺസ്. അപ്പോൾ അറ്റോമിക് നമ്പർ 12. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതാൻ, അതായത് ഇൻ ടേംസ് ഓഫ് നോബിൾ ഗ്യാസ് നമ്മൾ എഴുതിയില്ലേ, അതുപോലെ. അപ്പോൾ 12 ആണ് അറ്റോമിക് നമ്പർ. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ 10 ആണ്. തൊട്ടടുത്ത് നിൽക്കുന്ന നോബിൾ ഗ്യാസ് 10 ആയിരിക്കും. ആ 10 അറ്റോമിക് നമ്പർ ഉള്ള ആൾ നിയോൺ. നിയോൺ ഇങ്ങോട്ട് എഴുതി. നിയോൺ 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം വേണം? 12 ആണ് ഇവിടെ നമ്പർ. 10 കഴിഞ്ഞാൽ പിന്നെ 2 കൂടി, അപ്പോൾ 3s2 ലാസ്റ്റ് ഷെല്ല്, സബ് ഷെല്ലും കൂടി ഇങ്ങോട്ട് എഴുതി. അപ്പോൾ ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ സബ് ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്ന രീതി. നമ്മൾ കുറച്ച് മുൻപ് ഫില്ല് ചെയ്ത ഈ ടേബിളിൽ ഈസി ആയിട്ട് നമ്മൾ ബ്ലോക്ക് ഏതാണ്, ആ എലമെന്റിന്റെ ബ്ലോക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ച് പോയായിരുന്നു. അതേ രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എലമെന്റ്സ് തന്നിരിക്കുന്നത് ഇതാണ്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നു. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ്? എസ് സബ്ഷെല്ലിലാണ്. അപ്പം ബ്ലോക്ക് എസ് ആയിരിക്കും. ഇതുപോലെ ഓരോ എലമെന്റിനും ഇവിടെ മഗ്നീഷ്യം ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സ്കാൻഡിയം ഉണ്ട്. ഇതിന്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് നടന്നത് ഏത് സബ്ഷെല്ലിലാണെന്ന് നോക്കുക. അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ്. അതേപോലെ ബാക്കിയുള്ള കുറച്ച് എലമെന്റ്സും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ചില എക്സാമ്പിൾസും കൂടി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതാണ് ബെർലിയം, നമ്മൾ ചെയ്തതാണ് ഇതിനു മുമ്പ്. അത് എസ് ബ്ലോക്ക്. പിന്നെ അയൺ 26. അപ്പോൾ 26 എന്നുള്ള അറ്റോമിക് നമ്പർ ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് കയറുന്നത് ഡി സബ്ഷെല്ലിലോട്ടായിരിക്കും. അതുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ് ആണത്. ആർഗൺ 18, അത് പി. അവസാനം ഇത് കയറിയത്, ഇലക്ട്രോൺ കയറിയത് പി സബ്ഷെല്ലിലാണ്. അപ്പോൾ പി ബ്ലോക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 4s2 എന്ന് കാണും അയണിൽ. 4s2 ഇപ്പുറത്ത് എഴുതി നോക്കിയാൽ അത് നമുക്ക് എസ് ബ്ലോക്ക് ആണെന്ന് തോന്നിപ്പോകും. പക്ഷെ ആക്ച്വലി 4s2 ഫില്ലായി കഴിഞ്ഞാണ് 3Dയിലോട്ട് കയറുന്നത്, അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് എവിടെയാണ്? ഡി സബ്ഷെല്ലിലാണ്. അപ്പോൾ അത് ഡി ബ്ലോക്ക് ആണ് അയൺ. നമ്മൾ ഈ ടേബിൾ ചെയ്തു പോയപ്പോൾ അതിൽ പീരീഡ് നമ്പറും അതുപോലെ ബ്ലോക്കും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിച്ചായിരുന്നു. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലും കുറച്ച് തന്നിട്ടുണ്ട്. പക്ഷേ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ മാത്രമേ ഗ്രൂപ്പ് നമ്പർ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ വേറെ കുറച്ചും കൂടി ചെയ്ത് നോക്കിയായിരുന്നു എന്ന് മാത്രം. ഇവിടെ പീരീഡ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ടേബിളാണ് ടേബിൾ 1.9. ഇവിടെ ബെർലിയം പീരീഡ് നമ്പർ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്? അതായത് വാലൻസ് ഷെല്ല് ഏതാണെന്ന് നോക്കും. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ്? സെക്കൻഡ് ഷെല്ല്. അപ്പോൾ 2 ആണ് പീരീഡ് നമ്പർ. കാർബൺ, സോഡിയം, പൊട്ടാസ്യം, ഇതിന്റെയൊക്കെ ഇലക്ട്രോൺ ഷെൽ കോൺഫിഗറേഷൻ എഴുതണം. എന്നിട്ട് ലാസ്റ്റ് ഏത് ഷെല്ലിലോട്ടാണ് ഇലക്ട്രോൺ. ഇവിടെ ഇപ്പം നോക്കിയേ 3p6 4s1. അപ്പൊ കുട്ടികൾ ചോദിക്കും 3p6ലോട്ടല്ലേ അവസാനം കയറിയത്? അങ്ങനെയല്ല. ഈ പീരീഡ് നമ്പർ എടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് കിടക്കുന്ന ഹയസ്റ്റ് എന്താ പറയാ ഷെൽ നമ്പർ ആണ് എടുക്കേണ്ടത്. ഇവിടെ ഇപ്പൊ 3 ആണ് ഷെൽ നമ്പർ എടുക്കേണ്ടത്, ഇവിടെ 2, ഇവിടെ 4 ആണ് പീരീഡ് നമ്പർ വരിക. ഇനി ബ്ലോക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് എല്ലാം എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പൊ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് വാലൻസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, അവസാനം കിടക്കുന്നത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് നോക്കിയാൽ മതി. ഇവിടെ 1 എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് നമ്പർ 1, ഇവിടെയും ഗ്രൂപ്പ് നമ്പർ 1, ഇവിടെ ഗ്രൂപ്പ് നമ്പർ 2, ഇവിടെ ഗ്രൂപ്പ് നമ്പർ 2. അപ്പോൾ ഇത് ഈസിയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ. പ്രത്യേകിച്ച് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആകുമ്പോൾ ഈ ലാസ്റ്റ് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കി അതങ്ങ് എഴുതിയാൽ മതി. നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇതാണ്. ഇതിൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലോട്ട് കയറുന്ന എലമെന്റ്സ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ 2 ഗ്രൂപ്പിൽ പെട്ടതാണ്. അതായത് എക്സ്ട്രീം ലെഫ്റ്റിലാണ് ഈ 2 ഗ്രൂപ്പ് കിടക്കുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഈ 2 ഗ്രൂപ്പുകളിലെയും എലമെന്റ്സ് ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇവർ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ ദ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ എക്സ്ട്രീം ലെഫ്റ്റ് 2 കോളംസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ പീരിയോഡിക് ടേബിൾ, ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി പറയാനുള്ളത് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ഈ എലമെന്റ്സിന്റെ എല്ലാം ഓക്സൈഡ്സിനും ഹൈഡ്രോക്സൈഡ്സും ബേസിക സ്വഭാവമായിരിക്കും, ആസിഡ്സ് അല്ല, ബേസിക് ആണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡ്യൂറിങ് റിയാക്ഷൻസ് ദേ ഡൊണേറ്റ് ഇലക്ട്രോൺസ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണെങ്കിൽ അത് അവസാനിക്കുന്നത് S1 എന്നുള്ള കോൺഫിഗറേഷനിലായിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ S2.
ഇങ്ങനെയായിരിക്കും ഇലക്ട്രോൺസ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിന് ഫ്രീ ടു മൂവ് ആണ്. അതുപോലെ തന്നെ ഈ 2 ഇലക്ട്രോൺസിനെയും ഈസി ആയിട്ട് മൂവ് ചെയ്യാം. അതുകൊണ്ട് ഇലക്ട്രോൺസിനെ വിട്ടു കൊടുത്തിട്ടാണ് അയോണിക് ബോണ്ടിങ്ങിലോട്ട് ഇവർ കയറുന്നത്. ഇനി എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ഒരു എലമെൻ്റാണെന്ന് വിചാരിച്ചു. അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്സിജന് 2 ഇലക്ട്രോണിനെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് വിട്ടു കൊടുക്കും. അപ്പോൾ ഒരെണ്ണത്തെ കിട്ടി. വേറൊരു എക്സ് ആറ്റം, ഒരു എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഒരു ആറ്റം വീണ്ടും ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കും. അപ്പോൾ ഓക്സിജൻ്റെ എന്താ പറയുക 8 ഇലക്ട്രോൺസ് ആവും വാലൻസ് ഷെല്ലിൽ. അപ്പോൾ എങ്ങനെ വരും അതിൻ്റെ കോമ്പൗണ്ട്? എക്സ് എപ്പോഴും പ്ലസ്ന്നേ കിടക്കുകയുള്ളൂ അല്ലേ, കാരണം ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല. എക്സ് പ്ലസ് 2 എണ്ണവും ഓക്സിജൻ ഒരെണ്ണവും. അപ്പോൾ X2O എന്നുള്ള ഫോമിലോട്ട് വരും. ഹൈഡ്രജൻ ഇതിനൊരു എക്സാമ്പിളാണ്. H2O എന്നാണല്ലോ കോമ്പിനേഷൻ വരുന്നത്. കാരണം ഹൈഡ്രജന് ഒരു ഇലക്ട്രോണെ വിട്ടു കൊടുക്കുമ്പോൾ H+ ആവും. അങ്ങനത്തെ 2 ഇലക്ട്രോൺസിനെ ഓക്സിജന് കൊടുക്കും, അതായത് 2 ആറ്റംസ്. അപ്പോൾ X2O. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണെന്ന് വിചാരിച്ചു, Y. സെക്കൻഡ് ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ വിടാം. 2 ഇലക്ട്രോൺസിനെ വിട്ട് Y2- എന്നുള്ള അയണിക് സ്റ്റേറ്റിലോട്ട് പോകും. അപ്പോൾ ഓക്സിജന് 2 ഇലക്ട്രോൺസ് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും കോമ്പൗണ്ട് വരിക? YO. ഒരു ഒറ്റ ആറ്റം മതി 2 ഇലക്ട്രോൺസിനെ ഓക്സിജന് കൊടുക്കാൻ. ഒരൊറ്റ ആറ്റം Y മതി. അപ്പോൾ YO എന്നുള്ള കോമ്പിനേഷനിലോട്ട് പോകും. ഇതിനൊരു എക്സാമ്പിളാണ് MgO. അപ്പോൾ കുറച്ച് പോയിന്റ്സും കൂടിയുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നത് 1 ഇലക്ട്രോൺ ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നത് 2 ഇലക്ട്രോൺസിനെ ആയിരിക്കും. ദേ ആർ മെറ്റാലിക് ഇൻ നേച്ചർ. കാരണം ഇലക്ട്രോൺസ് ഫ്രീ ടു മൂവ് ആണ്, വാലൻസ് ഇലക്ട്രോൺസ്. സോ ദേ ആർ മെറ്റാലിക് ഇൻ നേച്ചർ. മെറ്റൽസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. യൂഷ്വലി ദേ ഫോം അയോണിക് ബോണ്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് അയോണിക് ബോണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി പറയാനുള്ളത് ലോ അയണൈസേഷൻ എനർജി ആയിരിക്കും എസ് ബ്ലോക്ക് എലമെന്റ്സിന്. കാരണം അയണൈസ് ചെയ്യാൻ ഈസിയാണ്. അവസാനം കിടക്കുന്ന ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാം. സോ ലോ അയണൈസേഷൻ എനർജി. അതുപോലെ ലോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ ആകർഷിക്കാനുള്ള കഴിവ് കുറവാണ്. ലോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവരാണ് ഈ ബ്ലോക്കിലുള്ള എലമെന്റ്സ്. അതുകൊണ്ട് അവർ വേറെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അതുകൊണ്ടാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലോ ആയിട്ടിരിക്കുന്നത്. ഇനി പറയുന്ന പോയിന്റ്സ്: ഹയർ അറ്റോമിക് റേഡിയസ് ഇൻ ഈച്ച് പീരീഡ്. നമ്മൾ പീരിയോഡിക് ടേബിൾ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും തോറും അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ ഈ അറ്റത്തുള്ള എലമെന്റ്സിനാണ് അറ്റോമിക് റേഡിയസ് കൂടുതൽ. അപ്പോൾ ഓരോ പീരീഡിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറ്റോമിക് റേഡിയസ് ഉള്ളവരായിരിക്കും എസ് ബ്ലോക്ക് എലമെന്റ്സ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. താഴോട്ട് വരുന്തോറും അറ്റോമിക് റേഡിയസ് കൂടി വരും. ഇനി അറ്റോമിക് റേഡിയസ് കൂടുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റിയും കൂടും. കാരണം ഇലക്ട്രോൺസിന്റെ ഫ്രീഡം കൂടുകയാണ് അറ്റോമിക് റേഡിയസ് കൂടുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയുള്ള പൊതുവായ പോയിന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് നമുക്ക് എഴുതാനുണ്ട്. ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുട്ടികൾ എഴുതിയാൽ മതി. പക്ഷെ ലോങ് ആൻസർ, കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മുഴുവനും എഴുതാം. നമ്മൾ ഇതിനു മുൻപ് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ 10 പ്ലസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണ് ചെയ്തത്. അത് തന്നെ, അതേ മെത്തേഡ് തന്നെ, പക്ഷെ കുറച്ച് വ്യത്യാസപ്പെടുത്തി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതായത് വാലൻസ് പി സബ്ഷെല്ലിലുള്ള അവസാനത്തെ പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇപ്പോൾ ബോറോണിൻ്റെ കേസിൽ ലാസ്റ്റ് പി സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണുള്ളത്. അവിടെ 1 + 12 ചെയ്യുമ്പോൾ 13 ആണ് ബോറോണിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് കിട്ടും. നൈട്രജൻ ഇതുപോലെ ലാസ്റ്റ് പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്. അപ്പോൾ 3 + 12 15. നിയോണിൻ്റെ കേസിൽ ലാസ്റ്റ് പി ഇലക്ട്രോൺസ് 6 ആണ്. അപ്പോൾ 6 + 12 18th ഗ്രൂപ്പ്. അങ്ങനെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള വേറൊരു എക്സാമ്പിളാണിത്. ഇവിടെ ജനറലായിട്ട് ഏതാ എലമെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. വാലൻസ് ഇലക്ട്രോൺ സബ്ഷെൽ കോൺഫിഗറേഷൻ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3s2 3p4. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പീരീഡ് എവിടെയാണ്? പീരീഡ് ഏതാണ്? വാലൻസ് ഷെൽ ഏതാണെന്ന് നോക്കണം. വാലൻസ് ഷെൽ 3rd ഷെല്ലാണ്. അപ്പോൾ പീരീഡ് 3. അതുപോലെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ പി ബ്ലോക്ക് ആണല്ലോ ഇത്. പി ബ്ലോക്ക് ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിരിക്കുന്നത് പി സബ്ഷെല്ലിലോട്ടാണ്. അതുകൊണ്ട് പി ബ്ലോക്ക് ആണ്. P
പി സബ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. അപ്പം 4 + 12 16. ഇത് 16th ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും. ഇതിന് തൊട്ട് താഴെ പീരിയോഡിക് ടേബിൾ ഇതിന് തൊട്ട് താഴെയുള്ള എലമെന്റിന്റെ വാലൻസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് 4s2 4p4 എന്നായിരിക്കും വരുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് 22 തന്നിട്ടുള്ള ഒരു കാര്യമാണിത്. ഇനി നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 13th ഗ്രൂപ്പ് മുതൽ 18th ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സ് ആണ് പി ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു പോർഷൻ മൊത്തം, ഈ ഒരു പോർഷൻ ഇതാണ് പി ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇത് റൈറ്റ് സൈഡിലാണ് അല്ലേ, ഈ പീരിയോഡിക് ടേബിൾ റൈറ്റ് സൈഡിൽ കാണുന്ന എലമെന്റ്സ് ആണ് ഈ പി ബ്ലോക്കിനകത്ത് പെടുന്നത്. ഇനി ഇതിനകത്തുള്ള എലമെന്റ്സ് സോളിഡ് സ്റ്റേറ്റിലും കാണാം, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളവരും ഉണ്ട്. ഈ സൈഡിലുള്ളവരൊക്കെ എന്താ, ഇവിടെ ഉള്ളവർ ഗേഷ്യസ് സ്റ്റേറ്റിലും ഉണ്ട്, വാതക രൂപത്തിലും ഉണ്ട്, ദ്രാവക രൂപത്തിലും ഉണ്ട്, ഖരരൂപത്തിലുമുള്ള എലമെന്റ്സ് ഈ ഒരു ബ്ലോക്കിലുണ്ട്. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കുകയാണ്. അപ്പം ആദ്യം പറയാം, റൈറ്റ് സൈഡ് ഓഫ് ദ പീരിയോഡിക് ടേബിളിലാണ് നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിനെ കാണാൻ പറ്റുന്നത്. ഇനി ഗ്രൂപ്പ് നമ്പർ 13 to 18 ആണ് പി ബ്ലോക്ക് എലമെന്റ്സിൽ പെട്ടവർ. ഇനി എലമെന്റ്സ് ഇൻക്ലൂഡഡ് ആർ ഫൗണ്ട് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആവാം, ലിക്വിഡ് സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റ് ആവാം. സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സിന് എക്സാമ്പിൾ ആണ് കാർബൺ, സിലിക്കൺ, സൾഫർ. അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സിന് എക്സാമ്പിൾ ആണ് ബ്രൊമൈൻ, ഗാലിയം. ഗേഷ്യസ് ഫോംസിലുള്ളവരാണ് ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ. ഇനി ഏതൊക്കെയാണ് പോയിന്റ്സ് എന്ന് നോക്കാം. ഇനി ഓരോ പീരീഡിലും വെച്ച് നോക്കുമ്പോൾ ആറ്റോമിക് സൈസ്, ആറ്റോമിക് റേഡിയസ് കുറഞ്ഞ ആൾക്കാർ ഈ പി ബ്ലോക്കിലായിരിക്കും. ഇൻ ഈച്ച് പീരീഡ് സ്മോളർ ആറ്റംസ് ആർ ഫൗണ്ട് ഹിയർ. അപ്പോൾ ചെറിയ ആറ്റംസ് ആണ്, ആറ്റോമിക് റേഡിയസ് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പവർ വളരെ കൂടുതലായിരിക്കും ഇലക്ട്രോൺസിന്റെ പുറത്ത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് ആറ്റത്തെ വിട്ടുപോകാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഹയർ അയണൈസേഷൻ എനർജിയാണ് ഈ പി ബ്ലോക്ക് എലമെന്റ്സിനുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഹയർ അയണൈസേഷൻ എനർജി ഈസ് പൊസസ്ഡ് ബൈ പി ബ്ലോക്ക് എലമെന്റ്സ്. അതുപോലെ 18th ഗ്രൂപ്പ് എലമെന്റ്സ് ഇല്ലേ, ഓരോ പീരീഡിൽ നോക്കുമ്പോൾ ഏറ്റവും റൈറ്റ് മോസ്റ്റ്ലി കിടക്കുന്നവർ ഇനേർട്ട് ഗ്യാസസ്, അവർക്ക് ഹയസ്റ്റ് അയണൈസേഷൻ എനർജിയാണ്. ഒരു തരത്തിൽ അവർ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ളവരും ഏത് ബ്ലോക്കിലാണ്? പി ബ്ലോക്കിലാണ്. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അതായത് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലുള്ളവരും ഈ ബ്ലോക്കിനകത്ത് പെട്ടിട്ടുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദ പീരീഡ്. അതായത് ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്തോറും ഇലക്ട്രോൺസിനെ കിട്ടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കാരണം ആറ്റത്തിന്റെ സൈസ് കുറയുന്നു, അപ്പോൾ ന്യൂക്ലിയസിന് പവർ കൂടുന്നു. അതുപോലെ 1 or 2 ഒക്കെ ഇലക്ട്രോൺസും കൂടി കിട്ടിയാൽ സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് ആവാം എന്നുള്ള പൊസിഷനിലുള്ളവരും ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺസിനെ പിടിച്ചു വലിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ 17th ഗ്രൂപ്പ് എലമെന്റ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. പിന്നെ അപ്പോൾ 17th ഗ്രൂപ്പ് എലമെന്റ്സിനാണ് ഹയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. സ്മോളസ്റ്റ് ആറ്റം ഇൻ ദ 17th ഗ്രൂപ്പ് ഫ്ലൂറിൻ, അതിനാണ് ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അവിടെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം എവിടെ പെട്ടതാണ്? പി ബ്ലോക്ക് എലമെന്റ്സിൽ പെട്ടവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഈ ബ്ലോക്കിൽ പെട്ടവർക്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനും പറ്റും അല്ലേ, ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും, അതുപോലെ ഡൊണേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഇവർ കാണിക്കാറുണ്ട്. ഇനി പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു ടേബിളാണിത്, ടേബിൾ 1.14. ഇവിടെ XY നെയിം എടുത്ത് പറയാതെ തന്നെ 2 എലമെന്റ്സിനെ പറഞ്ഞേക്കുവാണ്. അവരുടെ വാലൻസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇനി അതിനനുസരിച്ച് സബ്ഷെൽ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ 3s2 നിൽക്കണം. അതുപോലെ നമുക്ക് എഴുതാമല്ലോ, സുഖമായിട്ട് എഴുതാം. 3s2 3p5 3p5 നിൽക്കണം. അപ്പം അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ഇലക്ട്രോൺസിന്റെ എണ്ണം എണ്ണി നോക്കിയാൽ അറ്റോമിക് നമ്പർ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ പീരീഡ് ഏതാണെന്ന് കണ്ടുപിടിക്കും. വാലൻസ് ഷെൽ നമ്പർ ഏതാണോ അതാണ് പീരീഡ് നമ്പർ. ഇവിടെ രണ്ടിലും വാലൻസ് ഷെൽ 3 ആണ്. അപ്പോൾ പീരീഡ് നമ്പർ എഴുതി. ഗ്രൂപ്പ് ഇത് എസ് ബ്ലോക്ക് ആയതുകൊണ്ട് ഇത് 2 തന്നെയാണ് ഗ്രൂപ്പ്. ഇവിടെ വാലൻസ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 7. 3s2 3p5 7 ഇലക്ട്രോൺസ് ഉണ്ട് വാലൻസ് ഷെല്ലിൽ. അപ്പോൾ 10 + 7 17. അല്ലെങ്കിൽ എന്ത് പറയാം, വാലൻസ് പി സബ് ഷെല്ലിൽ 5 12 + 5 17. ഈ 2 രീതിയിലും നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം.
അതുപോലെ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വാലൻസ് സബ്ഷെൽ ഏതാണ്? ഇവിടെ എസ്. അപ്പൊ എസ് ബ്ലോക്ക്, ഇത് പി, അപ്പൊ പി ബ്ലോക്ക്. ഈ രീതിയിൽ എഴുതാം. ഇതിൽ വാലൻസ് 1 സംയോജകത 1 ആയ മൂലകം ഏതാണ്? അതായത് ഒരു ഇലക്ട്രോണും കൂടി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണും കൂടി പോയാൽ സ്റ്റെബിലിറ്റി കിട്ടും എന്നുള്ള അവസ്ഥ ഇവിടെ ആർക്കാണുള്ളത്? ഇവിടെ 3s2 ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ്. ഇവിടെയോ 3p5 കണ്ടോ, പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് കറക്റ്റ്. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടി കിട്ടിയാൽ ഇവിടെ ഓക്കെ ആവും. അതുകൊണ്ട് വാലൻസി 1 ആയിട്ടുള്ളത് വാലൻസി 1 ആയിട്ടുള്ളത് ആരാണ്? വൈ ആണ്. ആൻസർ വൈ. ഇനി ഇതിൽ മെറ്റൽ ക്യാരക്ടർ കാണിക്കുന്നത്, മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത് ആരാണ്? ലോഹ സ്വഭാവം. ലോഹത്തിന്റെ സ്വഭാവം എന്താണ്? ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുക. ഇപ്പൊ നോക്കിയാൽ 3s2 3p5 ഈ ഒരു എലമെന്റിന് ഒരു ഇലക്ട്രോണും കൂടി കിട്ടാനേ അത് മാക്സിമം നോക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ 3s2 ആണ് അല്ലേ? ഈ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ നിൽക്കുന്നു. അത് സുഖമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ലോഹ സ്വഭാവം കൊടുക്കാനുള്ള ചാൻസ് ആരാണ്? എക്സ് ആണ് കൂടുതലും കാണിക്കുക. ഇനി അയോണീകരണ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണൈസേഷൻ എനർജി, അയോണിക് ആക്കാനുള്ള എനർജി. അയോണിക് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ കിട്ടാനും കൊടുക്കാൻ കിട്ടാൻ നോക്കും. എങ്ങനെ കിട്ടാൻ പറ്റും എന്ന് നോക്കും. അയണൈസേഷൻ എനർജി കൂടുതലുള്ളത് ആർക്കാണ്? വൈക്കാണ്. കാരണം ഇതിൽ നിന്ന് ഇനി ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനാണ് അയണൈസേഷൻ എനർജി കൂടുതൽ. ഇതിന് കുറച്ച് മെനക്കെട്ടാൽ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസ് എടുക്കാം. അതുകൊണ്ട് ഇതിന് അയണൈസേഷൻ എനർജി കുറവാണ്. ഇനി എക്സും വൈയും ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടായാൽ അതിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ എക്സിൽ പുറത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്, വൈക്ക് 1 ഇലക്ട്രോണിനെ കിട്ടിയാൽ കൊള്ളായിരുന്നു അല്ലേ? അപ്പോൾ ഒരു എക്സ് വരുമ്പോൾ തന്നെ 2 ഇലക്ട്രോൺസിനെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ 2 വൈ സാറ്റിസ്ഫൈഡ് ആവും അല്ലേ? ഒരു എക്സ് വരുമ്പോൾ തന്നെ 2 ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് അവിടെ നിന്ന് റെഡിയാണ്. അപ്പോൾ വൈക്ക് 2 വൈക്ക് ആ ഇലക്ട്രോൺസ് എടുക്കാം. അപ്പം y2 XY2 എന്നായിരിക്കും കോമ്പൗണ്ടിന്റെ ഇത് സ്ട്രക്ചർ വരുന്നത്. നമുക്കിപ്പോൾ കെമിക്കൽ ഫോർമുല കിട്ടി XY2. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എങ്ങനെയായിരിക്കും? ഇവിടെ 2 ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ X2+. വൈയോ, വൈ ഓരോരുത്തരും ഓരോ ഇലക്ട്രോണിനെയാണ് എടുത്തത്. അപ്പോൾ y മൈനസേ ആവുള്ളൂ. X2+ഉം y മൈനസും. 1 ഇലക്ട്രോണിനെ എടുത്തു എന്നാണ് അർത്ഥം y മൈനസ് എന്ന് പറഞ്ഞാൽ. 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തു എന്നാണ് X2+ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഏതാണെന്ന് നോക്കാം. ഇത് എസ്, ഇത് പി. ഈ എസിന്റെയും പിയുടെയും ഇടയിലുള്ള ഈ ഒരു പോർഷൻ, ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് ഡി സബ്ഷെല്ലിലോട്ടായിരിക്കും. ഇനി ഡി ബ്ലോക്സ് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് ഡി ബ്ലോക്ക് എലമെന്റിന്റെ ലാസ്റ്റ് ഇലക്ട്രോണിക് സബ്ഷെൽ കോൺഫിഗറേഷന്റെ ലാസ്റ്റ് നോക്കുക. ലാസ്റ്റിൽ ഡിയിലോട്ടാണ് കയറുന്നതെങ്കിലും 4s കൂടി അവിടെ, ഇതിപ്പോൾ 4th പീരീഡ് ആയതുകൊണ്ടാണ്, എസ് സബ്ഷെല്ലും കൂടി അവിടെ ഫിൽഡ് ആയിരിക്കും. അപ്പോൾ എസ് സബ്ഷെല്ലിലും അതിന് തൊട്ട് മുൻപുള്ള ഡി സബ്ഷെല്ലിലും എസ് വാലൻസ് ഇലക്ട്രോൺസ്, എസ് വാലൻസ് ഷെല്ലിലെ എസ് സബ്ഷെല്ലിലും അതുപോലെ അതിന് തൊട്ട് മുൻപുള്ള ഷെല്ലിലെ, അതായത് വാലൻസ് ഷെല്ലിന്റെ തൊട്ട് മുൻപുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിലും കൂടി എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടുത്തെ ഇപ്പോൾ കേസിൽ എസ്സിൽ 2, ഡിയിൽ 1, 2 1 കൂടി കൂട്ടുമ്പോൾ 3. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 3. ഇവിടെ ടൈറ്റാനിയത്തിന്റെ കേസിൽ എസ്സിൽ 2 ഇലക്ട്രോൺ, ഡിയിൽ 2 ഇലക്ട്രോൺ, 2 2 കൂടി കൂട്ടുമ്പോൾ 4. ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് നമ്പർ ഡി ബ്ലോക്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം, ഇനി തൊട്ട് താഴെയുള്ള എലമെന്റിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് 4d1 5s2 എന്നായിരിക്കും. ഇത് കണ്ടോ, 3d1 എന്നുള്ളതിന് 4d1 ആവും, 4s2 എന്നുള്ളത് 5s2 ആവും. അപ്പോൾ അത് 5th പീരീഡിൽ വരും. ഇത് 4th പീരീഡിലെ എലമെന്റ്സ് ആണ്, 5th പീരീഡ്. ഇനി ഇതിന്റെ തൊട്ട് താഴെ, ടൈറ്റാനിയത്തിന്റെ തൊട്ട് താഴെ വരുന്നത് 4d2 5s2 എന്നായിരിക്കും. ഈ രീതിയിൽ നമുക്ക് താഴോട്ടുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ആദ്യം പറയാം, നമുക്കത് 3rd ഗ്രൂപ്പ് തൊട്ട് 12th ഗ്രൂപ്പ് വരെയാണ്. പിന്നെ ഫസ്റ്റ് 3 പീരീഡ്സിൽ അതില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 4th പീരീഡ് ഓൺവേർഡ്സ് അല്ലേ, താഴോട്ട് മാത്രമേ, മുകളിലോട്ട് 4th പീരീഡിന്റെ മുകളിലോട്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇല്ല.
നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ദേ ആർ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ് ബിക്കോസ് വാലൻസ് ഷെല്ലിന്റെ തൊട്ട് മുൻപുള്ള സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. ഡി സബ് ഷെല്ലിൽ തൊട്ട് മുൻപുള്ള ഷെല്ലിലെ ഡി സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. അവസാനമായിട്ട് ഒന്നും കൂടി പറയാം, വാലൻസ് ഷെല്ലിന്റെ തൊട്ട് മുൻപുള്ള ഷെല്ലിലെ ഡി സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് അവസാനമായിട്ട് ഫില്ലാവുന്നത്. അതുകൊണ്ടാണ് ഇതിന് ട്രാൻസിഷൻ എലമെന്റ്സ്, സംക്രമണ മൂലകങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാം. അങ്ങനെയാണ് അതിന്റെ പേര്. പിന്നെ പറയാവുന്ന ഒരു പോയിന്റ് ആണ് ദേ ആർ മെറ്റൽസ്. അവര് ഇലക്ട്രോൺസ്, വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഫ്രീ ടു മൂവ് ആണ്. അതുപോലെ ഷോ സിമിലാരിറ്റി എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള സിമിലാരിറ്റി ഉണ്ട് ഗ്രൂപ്പിലും പിരീഡിലും. ഓക്കെ, ഗ്രൂപ്പിലും പിരീഡിലും അവർക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ സിമിലാരിറ്റി ഉണ്ട്. ഇത് നമ്മൾ ഗ്രൂപ്പ് നമ്പർ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ടേബിൾ ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴോട്ട് വരുമ്പോഴുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എഴുതാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പീരിയോഡിക്കലി മൂവ് ചെയ്യുമ്പോഴും 3d1 4s2, 3d2 4s2 എല്ലാത്തിന്റെയും വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 4s2 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 എന്നാണ്. അത് ഓൾമോസ്റ്റ് അതുകൊണ്ടാണ് എന്ത് പീരിയഡിലും അവർക്ക് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് വരും, ഗ്രൂപ്പിലും സെയിം ക്യാരക്ടറിസ്റ്റിക്സ് വരും. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിൽ ചില പ്രത്യേകതകളുണ്ട്. കാരണം അവർക്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ പൂരണം, ഇലക്ട്രോൺ അവസാനമായിട്ട് കയറിയത് ഡി സബ്ഷെല്ലിലാണെങ്കിൽ പോലും ഇലക്ട്രോൺസ് ആദ്യം പോകുന്നത്, അതായത് വിട്ടുകൊടുക്കുന്നത് ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നായിരിക്കും. ഔട്ടർ മോസ്റ്റ് വാലൻസ് ഷെല്ലിൽ നിന്നായിരിക്കും എന്ത് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നത്. അതായത് ആദ്യം എസ് സബ്ഷെല്ലിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ ആയിരിക്കും മിസ്സാവുന്നത്. അതിനുശേഷം മാത്രമേ അതിന് തൊട്ട് മുൻപത്തെ ഷെല്ലിലെ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് പങ്കെടുക്കുകയുള്ളൂ. കാരണം ഈ ഒരു എക്സാമ്പിൾ വെച്ച് അതൊന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് Fe2+ന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്, സബ്ഷെൽ കോൺഫിഗറേഷൻ. ഇവിടെ Fe എന്ന് പറയുമ്പോൾ അയണിൽ ഇവിടെ 4s2 കൂടി ഉണ്ടായിരുന്നു, 4s2. പക്ഷേ Fe2+ എന്ന് പറയുമ്പോൾ ഈ 3Dയുടെ എനർജി ലെവലും 4sന്റെ എനർജി ലെവലും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് ആദ്യം ഈ 4sലത്തെ ഇലക്ട്രോൺ മൂവ് ചെയ്തിട്ടേ 3Dയിൽ നിന്നുള്ള ഇലക്ട്രോൺ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് Fe2+ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ 4s2 ഈ 2 ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്തത്. അതുകൊണ്ടാണ് Fe2+ വരുന്നത്. ഇനി Fe3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺസ് പോയി. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് പോയിട്ട് മൂന്നാമത്തെ ഇലക്ട്രോൺ ഈ ഡി സബ്ഷെല്ലിൽ നിന്നാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും: 3p6 3d5. അതായത് 4s2ലത്തെ 2 ഇലക്ട്രോണും 3d6ലത്തെ 1 ഇലക്ട്രോണും പോയി. ബാക്കി ഇവിടെ 3p6 3d5 എന്ന് അവസാനിക്കും Fe3+ൽ. ഇനി മാംഗനീസിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. ഇവിടുത്തെ വാലൻസ് ഷെല്ല് 4th ഷെല്ലാണ്, 4s2. അപ്പോൾ Mn2+ ആവും. അതായത് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ അത് വിട്ടുകൊടുക്കുന്നത് ഈ 4s2ലെ ഇലക്ട്രോൺസിനെ ആയിരിക്കും. 2 എണ്ണം വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ ഇവിടുന്ന് അത് വിട്ടുകൊടുക്കും. അപ്പോൾ ആ കേസിൽ ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക: 1s2 2s2 2p6 3s2 3p6 3d5. കാരണം 2 എണ്ണം വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കും. ഇനി മാംഗനീസ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. അതായത് 4 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കണം. ആ കേസിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് 2 ഇലക്ട്രോൺ പോകും, 4s2 പോയി. പിന്നത്തെ 2 ഇലക്ട്രോൺ ഈ 3Dയിൽ നിന്നും പോകും. എന്ന് പറയുമ്പോൾ ഇവിടെ 3p6 3d3 എന്ന് അവസാനിക്കും. 3d3ൽ അവസാനിക്കും മാംഗനീസ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പോകുമ്പോൾ. ഇനി മാംഗനീസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പോകുമ്പോൾ അതായത് 3 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കണം. എന്ന് പറയുമ്പോൾ ഈ 4s2 പോവും, പിന്നെ 3Dയിൽ നിന്ന് ഒരെണ്ണം പോവും. അതായത് 3p6 3d4 എന്ന് അവസാനിക്കും. ഇനി മാംഗനീസ് 7 ഇലക്ട്രോൺസിനെ വേണമെങ്കിലും വിട്ടുകൊടുക്കാം. എന്ന് പറയുമ്പോൾ ഈ 2 ഇലക്ട്രോൺസും ഈ 5 ഇലക്ട്രോൺസും അതിന് വിട്ടുകൊടുക്കാം. ഈ പറയുന്നത് പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഡി ബ്ലോക്ക് എലമെന്റ്സിന് പോസിബിൾ ആണ്. ഇനി ട്രാൻസിഷൻ എലമെന്റ്സിന്റെ മറ്റ് ചില പ്രത്യേകതകൾ ഇതാണ്: ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. അതായത്
മോസ്റ്റ് ഓഫ് ദ കളേർഡ് സോൾട്സ് ആർ കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ചില കോമ്പൗണ്ട്സിന് കളർ ഉണ്ടായിരിക്കും. ദ കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് പ്രസന്റ് ഇൻ ദീസ് കോമ്പൗണ്ട്സ്. അങ്ങനത്തെ ചില എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ, ഫെറസ് സൾഫേറ്റ് ലൈറ്റ് ഗ്രീൻ കളർ, മഗ്നീഷ്യം നൈട്രേറ്റ് കളർലെസ്, ക്യൂപിക് ക്ലോറൈഡ് ഗ്രീൻ, കോബാൾട്ട് നൈട്രേറ്റ് ലൈറ്റ് പിങ്ക്, അമോണിയം ഡൈക്രോമേറ്റ് ഓറഞ്ച്, മാംഗനീസ് ഡയോക്സൈഡ് ബ്ലാക്ക്. ഇങ്ങനെ കളേർഡ് കോമ്പൗണ്ട്സ് കിട്ടുന്നത് ഈ ട്രാൻസിഷൻ എലമെന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ യൂസസ് മേക്കിംഗ് ഓഫ് ക്രാക്കേഴ്സ്, യൂസ് ടു മേക്ക് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും കാറ്റലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. Catalysts are substances which influence the speed of a chemical reaction without themselves undergoing any permanent chemical change. പെർമനന്റ് ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ തന്നെ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രസന്റ് ആയിരിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റ് ആയിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും അവസാനമായിട്ട് കാണുന്ന ഈ 2 റോസ് ആണ് ആക്ച്വലി എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആദ്യം പറഞ്ഞതുപോലെ ഇത് 57th എലമെന്റ് ഇവിടെ വരേണ്ടതാണ്. അതായത് 6th പീരീഡിലെയും 7th പീരീഡിലെയും എലമെന്റ്സിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് എഫ് സബ്ഷെല്ലിലോട്ടായിരിക്കും. ഇനി കൂടുതൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ബിലോങ്സ് ടു ദ 6th and 7th പീരീഡ്സ്. ഇപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിൽ അത് കണ്ടു. ഇനി 6th ഗ്രൂപ്പ് എലമെന്റ്സിന് പറയുന്നതാണ് ലാന്തനൈഡ്സ്. ലാന്തനൈഡ്സ് എഫ് ബ്ലോക്കിൽ 6th ഗ്രൂപ്പിൽപ്പെട്ട എലമെന്റ്സ് ആണ് ലാന്തനൈഡ്സ്. എഫ് ബ്ലോക്കിൽ 7th ഗ്രൂപ്പിൽപ്പെട്ട എലമെന്റ്സ് ആണ് ആക്നോയിഡ്സ്. ഇനി ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദ എഫ് സബ്ഷെൽ. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇനി ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദ ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. ആന്റി പെനൾട്ടിമേറ്റ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? വാലൻസ് ഷെൽ എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തുള്ള ഏറ്റവും കൂടിയ പ്രിൻസിപ്പൽ വാല്യൂ ഉള്ള എന്താണ് ഷെല്ല്. അതിന്റെ ഉള്ളിലത്തെ എഫ് ബ്ലോക്കിൽ എഫ് സബ്ഷെല്ലിലോട്ടായിരിക്കും കയറുക. ഒന്നും കൂടി പറയാം. ഇപ്പൊ 6th പീരീഡ് ആണെന്ന് വിചാരിച്ചു. 6th തൊട്ട് മുന്നിലുള്ള 5th, പിന്നെ 4. ഈ 4ന്റെ എഫ് സബ്ഷെല്ലിലോട്ടായിരിക്കും 6th പീരീഡിലുള്ള എലമെന്റ്സിന്റെ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് 4Fലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 6th ആണ്. പക്ഷെ 5ന്റെയും കഴിഞ്ഞ് 4th എഫ് സബ്ഷെല്ലിലോട്ടായിരിക്കും അവിടെ ഇലക്ട്രോൺസ് ഫില്ലായി പോകുന്നത്. ഇനി തൊട്ട് മുൻപത്തെ ഡി ബ്ലോക്കിൽ പറഞ്ഞ പോലെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. അവിടെ Fe2+, Fe3+ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഇവിടെയും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ പല രീതിയിൽ ഇവർ റിയാക്ഷനിൽ വരാറുണ്ട്. ഇനി മോസ്റ്റ് ഓഫ് ദം ആർ ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ ലാബിൽ ഉണ്ടാക്കിയെടുത്ത എലമെന്റ്സ് ഒരുപാടുണ്ട്. അവർ ഈ ലാന്തനൈഡ്സിലും ആക്നോയിഡ്സിലുമാണ് പെട്ടിരിക്കുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദം ആർ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. കാരണം റേഡിയേഷൻസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് അവർ. Many of them are used as catalyst in petroleum industry. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് അവർ. ഇനി യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എക്സെട്ര ആർ ഫ്യൂവൽസ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഇവരൊക്കെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലെ എന്താ പറയുക ഇൻഡസ്ട്രിയിലെ കാറ്റലിസ്റ്റ് ആണ്, ഫ്യൂവൽസ് ആണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് പോർഷനിൽ തന്നിരിക്കുന്ന ഒരു ഫിഗർ ആണിത്. ഈ ഫിഗറിൽ ABCDEFGH ഇങ്ങനെ കുറച്ച് എലമെന്റ്സിനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഗ്രൂപ്പ് നമ്പർ എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ചോദിക്കുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇതിൽ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയാണല്ലോ, അവിടെയുള്ളത് Aയും Bയും. ഇനി +2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകം. +2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാൻ പറ്റണം. അപ്പോൾ അത് ഇവിടെയാണ് ഗ്രൂപ്പ് 2 ബിയിൽ. അപ്പം ബി ആണ് ആൻസർ. ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരുന്ന മൂലകം ഏത്? 5 ഇലക്ട്രോൺ പുറത്തു വരണം എന്ന് പറയുമ്പോൾ അത് 15 ആണ്. 15 ഇ ആണ് ആൻസർ. ഇനി ബാഹ്യതമ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരുന്ന മൂലകം പി. അപ്പോൾ പി ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കണം.
പി ബ്ലോക്കിൽ ഇത് എസ്, ഇത് പി, ഇത് ഡി. അപ്പം പി ബ്ലോക്കിൽ 5 ഇലക്ട്രോൺ വരണം. ബാഹ്യതമ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരണം. അങ്ങനെയാണെങ്കിൽ അത് ജി ആയിരിക്കും. കാരണം ഒന്നും കൂടി പറഞ്ഞു തരാം. ഇവിടെ പി സബ്ഷെല്ലിലാണ് 5 ഇലക്ട്രോൺസ്. പി സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്. 6 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അത് എച്ചിലോട്ട് പോകും അല്ലേ, അതായത് കംപ്ലീറ്റ് ആയി, എന്താ പറയുക, ഇനേർട്ട് ഗ്യാസിലോട്ട് പോയി. പക്ഷേ പി സബ്ഷെല്ലിൽ 5 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ ജി. അങ്ങനെയാണ് ജി ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പറയുന്നത് ഡി സബ്ഷെല്ലിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം? ഡി ബ്ലോക്ക് ഏതൊക്കെയാണ്? സിയും ഡിയും ഇവിടെ. ഇനി അയണീകരണ ഊർജം, അയണൈസേഷൻ എനർജി കൂടുതലുള്ള മൂലകം ഏതാണ്? ഏതിൽ നിന്നായിരിക്കും ഈ തന്നിരിക്കുന്നതിൽ ഏതിൽ നിന്ന് ഇലക്ട്രോണിനെ എടുക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഈ എച്ചിൽ നിന്ന് എടുക്കാനായിരിക്കും. കാരണം അത് ഇനേർട്ടാണ്, അത് വെരി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഇനി ഇലക്ട്രോണിനെ കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഈ എച്ച് ആണ് അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടിയ മൂലകം. ഇനി ഏറ്റവും ക്രിയാശീലം കൂടിയ അലോഹം ഏതാണ്? ക്രിയാശീലം കൂടിയ അലോഹം എന്ന് പറഞ്ഞാൽ, അലോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ പിടിച്ചെടുക്കണം അല്ലേ. നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വലിച്ചെടുക്കാൻ ഇവിടെ നിൽക്കുന്ന ആൾ കണ്ടോ, ജിയുടെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ അത് വളരെ സ്റ്റേബിൾ ആവും. അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ കിട്ടാനുള്ള ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളത് ജിക്കായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ജി ആണെന്ന് പറയുന്നത്. ഇനി -2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകം, 2 ഇലക്ട്രോൺസിനെ വാങ്ങുന്ന ആൾ ആരാ? ഇവിടെ ജിക്ക് 1 ഇലക്ട്രോൺ മതി, പക്ഷെ എഫിന് 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ അതുകൊണ്ട് -2 ഓക്സീകരണാവസ്ഥ, -2 എന്ന് ഉദ്ദേശിക്കുന്നത് 2 ഇലക്ട്രോൺ കൂടി കൂടുതൽ വരുന്ന അവസ്ഥ, അത് വരുന്നയാൾ എഫ് ആണ്. ഈ ടേബിളിനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസും കൂടി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷെ അത് ടെക്സ്റ്റ് ബുക്കിന്റെ മറ്റേ പേജിലാണ്. അപ്പോൾ ഇവിടെ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതവിടെ എഴുതി. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2s2 2p6 ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ഒരാൾ ഈ എലമെന്റ്സിനകത്തുണ്ട്. അതെവിടെയാണ്? 2s2 2p6. 2 ആണ് സെക്കൻഡ് ഷെല്ലാണ്, വാലൻസ് ഷെൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പീരീഡ് ആണ്. ഇനി ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടന്നത് പി സബ്ഷെല്ലാണ്, അപ്പോൾ പി ബ്ലോക്ക് ആണ്. പിന്നെ 2ഉം 6ഉം അതായത് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് എന്ന് പറയുമ്പോൾ അത് എവിടെ പോയി? എച്ച് ആണ് സാധനം. ഓക്കെ. ഇനി എയും ജിയും തമ്മിൽ റിയാക്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും അതിന്റെ കോമ്പോസിഷൻ വരുന്നത്? എ എന്ന് പറയുന്ന ആൾക്ക് S1 അല്ലേ, 1 2 3 4 4s1 ആണ് ലാസ്റ്റ് കിടക്കുന്നത്. ജി എന്ന് പറയുന്നതോ 1 2 2p5 ആണ് നിൽക്കുന്നത് അല്ലേ. അതായത് 1 ഇലക്ട്രോൺ ഇവിടെ ആവശ്യമുണ്ട്, ഇവിടെ 1 ഇലക്ട്രോൺ കുറച്ച് കൂടുതലും ഉണ്ട്. അപ്പോൾ ഈ ഇവിടുത്തെ 1 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ വരുന്ന കോമ്പോസിഷൻ AG എന്നായിരിക്കും. ഇവിടുന്ന് 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തത് +1 ഇത് -1 മൂവ് ചെയ്യും. അതായത് AG എന്നാണ് ആൻസർ വരിക. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും അതുപോലെ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇനി ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസും കൂടി കവർ ചെയ്യാൻ അത് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.